പ്രൈസ് ലോർഡ്. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളൊക്കെ കർത്താവിലെ സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യങ്ങളാണല്ലോ നമ്മുടെ ചാനലിലൂടെ കടന്നു വരുന്നത്. ആ സാക്ഷ്യങ്ങൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹത്തിന് കാരണമായി തീരുന്നു എന്ന് ഞങ്ങളെ കർത്താവിൽ വിശ്വസിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ സഹകരണങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ചാനലിന് ഇത്രത്തോളം മാനുഷികമാകുന്ന രീതിയിൽ അനുഗ്രഹമായി തീർന്നത്. പിന്നെയും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനുള്ള പ്രിയപ്പെട്ടവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നും നമ്മോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ടതായ സാക്ഷ്യവുമായി ഒരു കർത്താവിൻ്റെ ദാസി ഷെർലിനാണ് കടന്നു വന്നിരിക്കുന്നത്. ആ പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് തന്നെ നടത്തിയതായ വിധങ്ങളും വഴികളുമൊക്കെ ഒത്തിരിയുണ്ട്. കർത്താവിൻ്റെ പോർക്കളത്തിൽ ഇപ്പം ഏകയായി കർത്താവിൻ്റെ വേലയിലായിരിക്കുന്ന കർത്താവിൻ്റെ ദാസിയുടെ ജീവിതത്തിൻ്റെ അനുഭവം പ്രിയപ്പെട്ട ഒരു ശ്രദ്ധയോടെ കേൾക്കുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ബലവും ശക്തിയും ആത്മീക പ്രചോദനവുമായി തീരുമെന്ന് ഞാൻ കർത്താവിൽ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. അതിയോടന്തം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ സാക്ഷ്യം കേൾക്കുക. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട കർത്താവിൻ്റെ ദാസിയെ ജോയ്സ് ടി വിയിലേക്ക് ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ലോർഡ്, പ്രൈസ് ലോർഡ് സിസ്റ്റർ. എന്തുകൊണ്ട് സന്തോഷമായിരിക്കുന്നോ? സന്തോഷമായിരിക്കുന്നു. ഓക്കെ, കർത്താവ് സഹായിക്കട്ടെ. ഞങ്ങളോടൊപ്പം ആയിരിക്കുന്നതിന് ഞങ്ങൾക്കും സന്തോഷമുണ്ട്. ഓക്കെ സിസ്റ്റർ, ജീവിതത്തിൻ്റെ അനുഭവങ്ങളെ ഷെയർ ചെയ്യുന്നതിന് മുന്നമേ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. പരിശുദ്ധ കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ അങ്ങോട്ട് സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്ത് വരുന്നു. കർത്താവിൻ്റെ ദാസിയെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിച്ചാട്ട്, ദൈവകൃപയെ നിർത്തിയാട്ട്, അങ്ങ് നടത്തിയ വിധങ്ങൾക്കും വഴികൾക്കുമായി സ്തോത്രം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിനുള്ളിൽ ഞങ്ങൾ ഇരുന്നാട്ട് ഈ സാക്ഷ്യം അനേകർക്ക് അനുഗ്രഹമാകട്ടെ. അങ്ങയുടെ നാമം ഈ സാക്ഷ്യത്തിലൂടെ ഉയർത്തപ്പെടട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ, ആമേൻ. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. ഇനിയുള്ള സമയം സിസ്റ്ററിന് ഞാൻ നൽകി തരികയാണ്. സാക്ഷ്യം സിസ്റ്ററിന്റെ ജീവിതത്തിന്റെ അനുഭവം ഷെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. പ്രൈസ് ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇപ്രകാരം നിങ്ങളുടെ മധ്യത്തില് എന്റെ അനുഭവ സാക്ഷ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം ഒരുക്കി തന്ന ഈ നല്ല അവസരത്തിനായി ഭാഗ്യ പദവിക്കാൻ ഞാൻ ദൈവത്തിന് ആദ്യമേ തന്നെ നന്ദി അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ പ്രോഗ്രാം വളരെ നന്നായി ലീഡ് ചെയ്തുകൊണ്ടായിരിക്കുന്ന ബഹുമാന്യ കർത്തൃദാസി, അതുപോലെ തന്നെ ജോയ്സ് ടിവിയുടെ സംഘാടകരായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, അതുപോലെ എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ എന്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. എനിക്ക് ഇങ്ങനെ ഒരു അവസരം അനുവദിച്ച് നൽകിയതായ പ്രിയ കർത്തൃദാസിയോടുള്ള ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ അതിന് മുഖാന്തരമായി തീർന്ന എന്റെ കൂട്ടു സഹോദരി ബീന സിസ്റ്ററിനോടും എന്റെ ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം മേൽക്കുമേൽ അനുഗ്രഹിക്കട്ടെ, ലോക പ്രശസ്തമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്തീയ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാനും ദൈവത്തിന്റെ വചനം വായിക്കുവാനും പഠിക്കുവാനും അത് ഗ്രഹിക്കുവാനും ഒക്കെ ദൈവം എൻ്റെ ജീവിതത്തിൽ അവസരം നൽകിയിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ സൺഡേ സ്കൂൾ പഠിക്കുവാനുള്ള അവസരം ദൈവം ഒരുക്കി. അതെന്റെ ജീവിതത്തിലെ വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. മാതാവും പിതാവും സഹോദരിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമായിരുന്നു എന്റേത്. വളരെ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന സാഹചര്യമായിരുന്നു. പക്ഷേ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് രോഗിയായി മാറ്റപ്പെട്ടു. എൻ്റെ ഒരു ചെറിയ പ്രായത്തിൽ, അതായത് എനിക്ക് അറിയാറായ നാൾ മുതൽ എൻ്റെ മാതാവ് ഒരു രോഗിയായി തീർന്ന ഒരവസ്ഥയായിരുന്നു. അതായത് ശ്വാസമുട്ടിന്റെ അസുഖം വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടുന്ന നിമിഷങ്ങളായിരുന്നു. ഹോസ്പിറ്റൽ വീട്, അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക്, വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക്, അങ്ങനെയുള്ള അവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പിന്നെ എൻ്റെ മനസ്സിൽ ഒരാഗ്രഹം, ദൈവത്തോട് കൂടുതലായി അടുപ്പം ഉണ്ടായിരുന്നു. ആ സമയത്ത് എൻ്റെ മനസ്സിലൊരാഗ്രഹം, എൻ്റെ കർത്താവിന്റെ സാക്ഷിയായി തീരണം എന്നുള്ള ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ അന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടില്ലായിരുന്നു. അങ്ങനെ എൻ്റെ 11ാമത്തെ വയസ്സിൽ എൻ്റെ കർത്താവിനെ രക്ഷകനായി എൻ്റെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 12ാമത്തെ വയസ്സായപ്പോഴത്തേക്കും അഭിഷേകം പ്രാപിക്കുന്ന ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ തന്നെ സ്നാനപ്പെടണമെന്ന ആഗ്രഹവും എൻ്റെ മനസ്സിലുണ്ടായി. അങ്ങനെ ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എനിക്ക് സ്നാനപ്പെടണം. പക്ഷെ പപ്പ പറഞ്ഞു, അഭിഷേകം പ്രാപിക്കാതെ സ്നാനപ്പെടണ്ട, അഭിഷേകം പ്രാപിച്ചിട്ട് സ്നാനപ്പെട്ടാൽ മതി. കാരണം ഞാൻ കുഞ്ഞ് പ്രായമായത് കൊണ്ടായിരിക്കാം പപ്പ അങ്ങനെ പറഞ്ഞത്.
പക്ഷെ ഞാൻ അന്ന് മുതൽ ദൈവസന്നിധിയിൽ പോയിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിൽ ഒരു ഫാസ്റ്റിംഗ് പ്രെയർ നടക്കുന്ന ആ ഒരു സമയമാണ്. അപ്പൊ എന്റെ മനസ്സിൽ ആരോ പറയുന്നത് പോലെ എനിക്ക് ആ ഫാസ്റ്റിംഗ് പ്രെയറിൽ അഭിഷേകം കിട്ടും, ആ സമയത്ത് എനിക്ക് അഭിഷേകം കിട്ടും എന്നുള്ള ആ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ആ സമയമായപ്പോഴേക്കും എന്റെ മമ്മിയുടെ അസുഖം വീണ്ടും കൂടുതലായി. അങ്ങനെ എനിക്ക് ഫാസ്റ്റിംഗ് പ്രെയറിന് കടന്നു പോകാനായിട്ട് സാധിച്ചില്ല. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ്, പക്ഷെ ആ സമയം എനിക്ക് പോകാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അങ്ങനെ ഞാൻ കുറെ സമയം ദൈവസന്നിധിയിൽ കരഞ്ഞു. അതിനുശേഷം ഞാൻ എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ആ പടിക്കലേക്ക് വന്നിരുന്നു. അവിടെ ഇരുന്നപ്പോ ഞങ്ങളുടെ വീട്ടിൽ സാധാരണ ഇടയ്ക്കിടയ്ക്ക് വന്ന് പ്രാർത്ഥിക്കാറുള്ള ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ജാൻസി അമ്മച്ചി എന്നാണ് പേര്. ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ആണ്. അങ്ങനെ അമ്മച്ചി ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. അമ്മച്ചി എന്നോട് ചോദിച്ചു, എന്താ മോളെ വല്ലാണ്ട് വിഷമിച്ചിരിക്കുന്നു, എന്താ കരഞ്ഞല്ലോ, എന്തു പറ്റി നിനക്ക്? അങ്ങനെ ഞാൻ പറഞ്ഞു, മമ്മിക്ക് അസുഖം കൂടുതലാണ്, അതുപോലെ അല്ല ഞാനിങ്ങനെ അഭിഷേകം പ്രാപിക്കാനുള്ള ആഗ്രഹത്തോടു കൂടെ ചർച്ചിൽ പോകാനിരുന്നതാ, പക്ഷേ എനിക്കിപ്പോ പോകാൻ പറ്റാത്ത ഒരു സ്റ്റേജാ എന്ന് പറഞ്ഞു. അന്നേരം അമ്മച്ചി എന്നോട് പറഞ്ഞു, മോള് വിഷമിക്കണ്ട, നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മൾ പ്രാർത്ഥിച്ചാലും ദൈവം അഭിഷേകത്തെ തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കാനായിട്ട് ആരംഭിച്ചു. അതിനു മുന്നേ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഞാനൊരു സ്തോത്രം പറയുമ്പോൾ മോളും ഒരു സ്തോത്രം പറയണം, വീണ്ടും ഞാൻ അടുത്ത സ്തോത്രം പറയുമ്പോൾ വീണ്ടും മോൾ സ്തോത്രം പറയണം, അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്തോത്രം പറഞ്ഞുകൊണ്ടേയിരിക്കണമെന്ന് പറഞ്ഞു. അന്നേരം അഭിഷേകം ദൈവം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാ ഇത് കിട്ടുന്നതെന്ന് ഒരു അറിവില്ലാതിരിക്കുന്ന ഒരു സമയമായിരുന്നു. പക്ഷേ അമ്മച്ചി ഒരു സ്തോത്രം പറഞ്ഞു, ഞാനും ഒരു സ്തോത്രം പറഞ്ഞു, രണ്ടാമതൊരു സ്തോത്രം പറഞ്ഞു, വീണ്ടും ഞാൻ സ്തോത്രം പറഞ്ഞു. പക്ഷേ മൂന്നാമത് അമ്മച്ചി ഒരു സ്തോത്രം പറഞ്ഞു. എനിക്ക് പിന്നെ സ്തോത്രം പറയാൻ പറ്റിയില്ല, പിന്നെ അത് അന്യഭാഷയുടെ ഒരു ഒഴുക്കായിട്ട് മാറി. അങ്ങനെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞാൻ നിറയപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്നും എന്റെ മമ്മി അഭിഷേകം പ്രാപിച്ചിട്ടില്ലായിരുന്നു. മമ്മിക്കും ഒത്തിരി ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ കിട്ടിയിട്ടില്ല. അന്നും മമ്മിയെയും ദൈവം പരിശുദ്ധാത്മാവിനാൽ നിറയിച്ചു. ദൈവം വലിയ അത്ഭുതം ഞങ്ങളുടെ ഇടയിൽ ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഞാനും എന്റെ മമ്മിയും ഒന്നിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു സന്തോഷത്തിന്റെ നിമിഷം ദൈവം എന്റെ ജീവിതത്തിൽ ദാനമായി നൽകി തന്നു. അങ്ങനെ തുടർന്ന് ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ആ ഒരു സ്റ്റേജിൽ തന്നെ പിന്നെ പപ്പ സ്നാനപ്പെടുവാനുള്ള പെർമിഷൻ തന്നു. 12ാമത്തെ വയസ്സിൽ സെക്രട്ടറി സാറിന്റെ, നമ്മുടെ ഏജിയിലെ ഒരു ദേവദാസനായിരുന്നു സെക്രട്ടറി സാറിന്റെ കൈക്കീഴിൽ എനിക്ക് സ്നാനപ്പെടുവാൻ ദൈവം സഹായിച്ചു. അന്ന് ഞാൻ ഹൈറ്റ് വളരെ കുറവായിരുന്നു. ചെറിയ കുട്ടി ആയതുകൊണ്ട് ഞങ്ങളുടെ സ്നാന ടാങ്കിന്റെ 2ാമത്തെ സ്നാനം ആയിരുന്നു. ആദ്യം ഒരു പിതാവാണ് സ്നാനപ്പെട്ടത്. അതിനുശേഷം ഞങ്ങള് 9 പേരുണ്ടായിരുന്നു. ചെറുപ്പക്കാര് ആയിട്ടുള്ള ചേച്ചിമാര് ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നു. ഞാനായിരുന്നു ഏറ്റവും ചെറുത്. അങ്ങനെ എന്നെ സ്നാന ടാങ്കിന്റെ ഏറ്റവും എൻഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാൻ മുങ്ങിപ്പോകും. അതുകൊണ്ട് എന്നെ മേളിൽ നിർത്തിയിട്ടാണ് സ്നാനപ്പെടുത്തിയത്. എങ്കിലും എനിക്ക് ആ ഒരു അനുഗ്രഹിക്കപ്പെട്ടതായ അനുഭവം ജീവിതത്തിൽ പ്രാപിച്ചെടുക്കാനായിട്ട് സാധിച്ചു. അപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകളൊക്കെ വലിയ ആരാധനകളായി മാറുന്ന ഒരു അനുഭവമായിരുന്നു. അങ്ങനെ ദേശത്തിന്റെ മധ്യത്തിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവത്തിൽ കൂടെ കടന്നുപോയി. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ദൈവം പ്രവചന വരത്താൽ ദൈവം എന്നെ നിറയ്ക്കുവാൻ ഇടയായി തീർന്നു. എന്റെ ഭവനത്തിനകത്താണ് ഞാൻ ആദ്യം പ്രവചിച്ചു തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ദൈവം എന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ആ ഒരു ശുശ്രൂഷയിലും ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങനെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും മമ്മിക്ക് അസുഖമായി. ആ സമയത്ത് ഒരു ഹർത്താലിന്റെ ദിവസമായിരുന്നു. പോലീസ് വാനിലായിരുന്നു മമ്മിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തില് അവിടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ മമ്മിക്ക് അസുഖം സീരിയസ് ആയിരുന്നു. വല്ലാത്തൊരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. മരണത്തെ മുഖാമുഖമായി കണ്ട ഒരവസ്ഥയായിരുന്നു. പക്ഷെ ഡോക്ടർ പറഞ്ഞു ഇവിടെ പറ്റത്തില്ല, അതുകൊണ്ട് നെടുമങ്ങാടേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ നെടുമങ്ങാടേക്ക് കൊണ്ടുപോകുവാനുള്ള ആ ഒരു പേപ്പർ കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ആ ഡോക്ടർ ഇരുന്ന, അതായത് ഞങ്ങളൊക്കെ നിൽക്കുന്ന ആ റൂമിലെ ട്യൂബ് ലൈറ്റ്, പ്രകാശിച്ചുകൊണ്ടിരുന്ന ട്യൂബ് ലൈറ്റ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുവാനിടയായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഭയങ്കര ഭയമായി. എന്തോ സംഭവിക്കാനുള്ളത് പോലെയുള്ള ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി ജീവിതത്തിൽ അനുഭവിക്കുവാനിടയായി. അങ്ങനെ അവിടെ നിന്ന് മമ്മിയെ നെടുമങ്ങാടേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോൾ അവിടെയും എടുത്തില്ല. വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് വിട്ടു. മെഡിക്കൽ കോളേജ് ചെന്നപ്പോൾ അവിടെ കുറെ ടെസ്റ്റുകളൊക്കെ ചെയ്ത ശേഷം പുലേനാർ കോട്ട എന്ന് പറയുന്ന TB ഹോസ്പിറ്റലിലേക്ക് വിട്ടു. അവിടെയും പോയി ഒത്തിരി ടെസ്റ്റുകളൊക്കെ ചെയ്തു. അവസാനം അവർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന് പറഞ്ഞു. അങ്ങനെ മമ്മിയുമായിട്ട് ആ കാറിൽ തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് പിന്നെ നെടുമങ്ങാട് എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത്, ഞങ്ങളുടെ വീടിന് കുറച്ചടുത്താണ്
അവിടെ എത്തിയപ്പോഴേക്കും മമ്മിക്ക് ശ്വാസം മുട്ട് കുറഞ്ഞു തുടങ്ങി. അങ്ങനെ വീട്ടിലെത്തിയപ്പോഴത്തേക്കും നല്ല ക്ലിയർ ആയി. അങ്ങനെ അതുവരെയും ഈ ആസ്മ രോഗികളെ പോലെ വല്ലാതെ ഭയങ്കരത്തിൽ അസ്വസ്ഥപ്പെടുന്ന അന്തരീക്ഷമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു അവസ്ഥയ്ക്കൊക്കെ ദൈവം വ്യത്യാസം നൽകി തന്നു. നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, സഹിക്കാൻ പറ്റും, ആ ഒരു അവസ്ഥയിലേക്ക് മാറ്റപ്പെട്ടു. അങ്ങനെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എപ്പോഴും മമ്മിക്ക് അസുഖമാണ്. 7ാം ക്ലാസ് മുതൽ തന്നെ ഞാൻ വീട്ടിലെ ജോലികളെല്ലാം ചെറുതാണെങ്കിലും എല്ലാ ജോലികളും ഞാൻ ചെയ്യും. മമ്മിക്ക് സുഖമുണ്ടെങ്കിൽ മമ്മി എല്ലാ കാര്യങ്ങളും ചെയ്യും. പക്ഷെ സുഖമില്ലാത്ത അവസ്ഥയിൽ എനിക്ക് ആ ജോലികളൊക്കെ ചെയ്യേണ്ടി വന്നു. അങ്ങനെ പഠിത്തവും ജോലിയും പിന്നെ മനസ്സിന്റെ ടെൻഷനും മമ്മിക്ക് അസുഖമായതുകൊണ്ട് ആ ഒരു ടെൻഷനും എല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ വല്ലാതെ ഭാരപ്പെട്ടു. കാരണം മറ്റുള്ള കുട്ടികളൊക്കെ നന്നായി പഠിക്കുമ്പോൾ എനിക്ക് അവരോടൊപ്പം എത്താനായിട്ട് പറ്റിയില്ല. അപ്പൊ എനിക്ക് നന്നായിട്ട് പഠിക്കണം, പഠിച്ചുയരണം, നല്ല മാർക്ക് സ്കോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും എന്റെ ലൈഫിൽ നടക്കാത്തൊരവസ്ഥയിൽ അതിന്റെ നിരാശയും എല്ലാം എനിക്കുണ്ടായിരുന്നു. ആരോടും എന്റെ സങ്കടം പറയാൻ പറ്റത്തില്ല. ഞാൻ എന്റെ ദൈവത്തോട് മാത്രം ഇങ്ങനെ സങ്കടങ്ങളെ പറഞ്ഞ് മുന്നോട്ട് പോകുന്ന അവസ്ഥയായിരുന്നു. അങ്ങനെ എന്റെ പ്രീ ഡിഗ്രി ആ ഒരു പഠനം എത്തിയപ്പോഴത്തേക്ക് എന്റെ എക്സാം ആ ഒരു ടൈം ആയപ്പോൾ പതിവ് പോലെ തന്നെ മമ്മിക്ക് വീണ്ടും അസുഖമായി. അങ്ങനെ അക്കൗണ്ടൻസി എക്സാമിന്റെ തലേ ദിവസം ഞാൻ എന്റെ മനസ്സിലെ ഐഡിയ എല്ലാ ജോലികളും പെട്ടെന്ന് തീർത്തിട്ട് വന്നിരുന്ന് പഠിക്കണം. പക്ഷെ ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും മമ്മിക്ക് വീണ്ടും അസുഖം ഭയങ്കരത്തിൽ അങ്ങ് കൂടി. എനിക്ക് പിന്നെ പഠിക്കാൻ പറ്റിയില്ല. ആ അസുഖം പിന്നെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഞാൻ എന്റെ ബുക്കെല്ലാം മാറ്റി വെച്ചിട്ട് ഞാൻ ദൈവസന്നിധിയിൽ അങ്ങോട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞ് കരഞ്ഞ് തളർന്ന് ഞാൻ അങ്ങ് മയക്കത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയിൽ ഒരു ദൈവശബ്ദം ഞാൻ കേൾക്കുവാനിടയായി. ആ ദൈവശബ്ദം ഇങ്ങനെയാണ്: നീ എന്റെ വേല ചെയ്യണം, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ആ ശബ്ദം കേട്ടപ്പോഴും ഞാൻ പെട്ടെന്ന് ഉണർന്നു, ചാടി എണീറ്റു. ഇത് ദൈവശബ്ദമാണല്ലോ എന്ന് മനസ്സിലാക്കി ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഇതുവരെയും ഞാൻ എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് 100% കൊടുത്താണ് ഞാൻ നിന്നിട്ടുള്ളത്. ഒരു കാര്യങ്ങളും ദൈവിക കാര്യങ്ങളൊന്നും ഒരു ഉഴപ്പ് ഞാൻ ചെയ്തിട്ടില്ല. എല്ലാം പക്ക പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോകുന്നു? പിന്നെ ഞാൻ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. ഈ ഒരു എക്സാം പാസ്സാകുക എന്നുള്ളത് പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല, ഒന്നും നോക്കിയിട്ടില്ല. ക്ലാസ്സിൽ ചെയ്ത ചില ഓർമ്മകൾ മാത്രമേ എനിക്കുള്ളൂ. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പറഞ്ഞു, ഞാൻ ഈ എക്സാം പാസ്സാവുകയാണെങ്കിൽ, അത് അസാധ്യമായ കാര്യമാണ്, പക്ഷെ പാസ്സാവുകയാണെങ്കിൽ ഞാൻ ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവസന്നിധിയിൽ ഒരു ഉടമ്പടി ചെയ്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എക്സാമിന് വേണ്ടി പിറ്റേ ദിവസം പോയി. എനിക്ക് ക്ലാസ്സിൽ പഠിപ്പിച്ച ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. പലപ്പോഴും ഞാൻ അക്കൗണ്ടൻസി പഠിച്ചിട്ടുള്ളവർക്ക് അറിയാം, ആ ഒരു പ്രോബ്ലത്തിന്റെ 2 സൈഡ് ഈക്വലായിട്ട് കിട്ടണം, എങ്കിൽ മാത്രമേ നമുക്ക് ആ മാർക്ക് കിട്ടത്തുള്ളൂ. അത് തെറ്റിപ്പോയാൽ പിന്നെ മാർക്ക് കിട്ടത്തില്ല. ആ ഒരു അവസ്ഥയാണ്. പക്ഷെ എനിക്ക് ആ സമയം ചെയ്തപ്പോൾ 2 വലിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതിന് 20 മാർക്ക് വീതമാണ്. ആ 2 പ്രോബ്ലം കറക്റ്റ് ആയി കഴിഞ്ഞാൽ ജയിക്കാനുള്ള മാർക്ക് കിട്ടും. അങ്ങനെ എന്തോ എനിക്കറിയത്തില്ല, ദൈവത്തിന്റെ ഒരു കൃപ കൊണ്ട് ഞാൻ എല്ലാം എഴുതി വന്നപ്പോഴത്തേക്കും ആ 2 പ്രോബ്ലം എനിക്ക് 2 സൈഡും ഈക്വലായിട്ട് കിട്ടി. അത് 2ഉം കറക്റ്റായി. അങ്ങനെ ഞാൻ എക്സാം പാസ്സാകുവാൻ ഇടയായി തീർന്നു. ആ വർഷത്തെ എക്സാം ഒരുപാട് മാർക്കൊന്നും ഇല്ലെങ്കിലും ഏതാണ്ട് നല്ല മാർക്ക് വാങ്ങി. എന്നെ സംബന്ധിച്ചിടത്തോളം നല്ല മാർക്കായിരുന്നു. നല്ല മാർക്ക് വാങ്ങി പാസ്സാകുവാനായിട്ട് ദൈവം സഹായിച്ചു. അങ്ങനെ ഞാൻ തുടർന്ന് ബികോമിന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചിരുന്ന സമയത്താണ് പപ്പ പറഞ്ഞു, ബൈബിൾ കോളേജിൽ പോകണം. പക്ഷെ എനിക്ക് ബൈബിൾ കോളേജിൽ പോകുന്ന കാര്യത്തോട് അത്ര വലിയ യോജിപ്പില്ലായിരുന്നു. പിന്നെ ദൈവത്തിന്റെ വേല ചെയ്യാൻ എനിക്ക് വളരെ ആഗ്രഹമാണ്. അത് ഒരിക്കലും ഞാൻ എൻ്റെ ലൈഫിൽ മറക്കില്ല. ഞാൻ ദൈവവേല തന്നെ ചെയ്യും, അങ്ങനെയുള്ള തീരുമാനമായിരുന്നു. പക്ഷെ പപ്പ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പോകാൻ അങ്ങനെ താല്പര്യമില്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞു, ഇന്നത്തെ കാലഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി അഫിലിയേഷനുള്ള കോഴ്സുകളൊക്കെ ഉണ്ട്, കോളേജുകളുണ്ട്. അങ്ങനെയുള്ളിടത്താണെങ്കിൽ മാത്രമേ ഞാൻ പോവുള്ളൂ, അല്ലാത്തടത്ത് ഞാൻ പോവില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കറിയില്ല, പപ്പ കണ്ടുപിടിച്ചു. അങ്ങനെ മണക്കാല ഫെയ്ത്ത് തിയോളജിക്കൽ സെമിനാരിയിൽ നിന്ന് പ്രോസ്പെക്ടസ് എല്ലാം വാങ്ങി വീട്ടിലേക്ക് വന്നു. പക്ഷെ അത് കണ്ടപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. അതിനകത്ത് അഫിലിയേറ്റഡ് വിത്ത് സറാംപൂർ യൂണിവേഴ്സിറ്റി എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആപ്ലിക്കേഷൻ അയച്ചു. അവിടെ എനിക്ക് അഡ്മിഷൻ കിട്ടി. ഞാൻ അവിടേക്ക് പോയി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ലേഡീസിന് പ്രത്യേകിച്ച് ബൈബിൾ കോളേജ് ഉണ്ട്. അപ്പോൾ അവിടെ അഫിലിയേഷൻ കിട്ടിയിട്ടില്ല. അന്നേരം എനിക്ക് ചെറിയൊരു സങ്കടം തോന്നി. പിന്നെ അവിടെയുള്ള എൻ്റെ കൂട്ടുകാർ, അതായത് എൻ്റെ ചേച്ചിമാര്, ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ചേച്ചിമാരൊക്കെ ഭയങ്കര സ്നേഹത്തിലാണ് ഇങ്ങനെ എന്നെ വെൽക്കം ചെയ്തത്. അപ്പൊ അവര് മോളെ മോളെ എന്നൊക്കെ വിളിച്ച്, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെയുള്ള ആ ഒരു സ്നേഹം ഞാൻ അനുഭവിക്കുന്നത്. അപ്പൊ ഞങ്ങളുടെ നാട്ടിലായിരുന്നാലും ആരും അങ്ങനെ ഞങ്ങളെ സ്നേഹിക്കത്തില്ല. അപ്പൊ ആ ഒരു സ്നേഹവും അവരുടെ ആ ഒരു കരുതലും ഒക്കെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എന്തായാലും പഠിത്തം അതൊരു പ്രശ്നമല്ല, ഡിഗ്രി അതൊന്നും ഒരു പ്രശ്നമല്ല, അവരുടെ ആ ഒരു സ്നേഹത്തിൽ അവിടെ തന്നെ കഴിയുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവിടെ താമസിച്ചു.
താമസിച്ച് വരുന്ന സമയത്ത് തന്നെ സറാംപൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ആൾക്കാർ അവിടെ കോളേജ് നോക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ ലൈബ്രറി ഫെസിലിറ്റി ഒക്കെ നോക്കാൻ വേണ്ടിയിട്ട് കടന്നു വരുന്നുണ്ടെന്ന് അറിഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ചു പേര് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എത്രയും വേഗം ഒരു അഫിലിയേഷൻ കിട്ടണം, ഞങ്ങൾ പഠിക്കുന്നത് ദൈവഹിതമാണെങ്കിൽ അത് കിട്ടണം. അതേസമയം തന്നെ കുറച്ചു പേർക്ക് അതിനോട് താല്പര്യമില്ല. കാരണം ഈ ഒരു അഫിലിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പഠിക്കാൻ ഒരുപാട് കാണും. അതുകൊണ്ട് അവർക്ക് അതിനോട് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ഞങ്ങളുടെ പ്രാർത്ഥന മുടക്കിയില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ അവിടേക്ക് പോയി 6 മാസത്തിന് മുന്നേ തന്നെ ഞങ്ങൾക്ക് ആ കോളേജിൽ അഫിലിയേഷൻ കിട്ടുവാൻ ഇടയായി തീർന്നു. അങ്ങനെ BTH കോഴ്സിന് ജോയിൻ ചെയ്ത് പഠിക്കുവാൻ ദൈവം എനിക്ക് അവസരമൊരുക്കി. ലേഡീസ് BTHന്റെ ഫസ്റ്റ് ബാച്ചിൽ ഒരാളായിട്ട് ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തിറങ്ങാനായിട്ട് ദൈവം സഹായിച്ചു. അത് ദൈവത്തിന്റെ ഒരു കരുതലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തീർച്ചയായും ദൈവം സാധിപ്പിക്കും. അതിനൊരു വ്യക്തമായ അനുഭവമാണ് എന്റെ ജീവിതത്തിലൂടെ ദൈവം വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. അതുപോലെ തന്നെ അവിടെ പഠിക്കുന്ന സമയത്തും പലവിധമാകുന്ന പ്രയാസങ്ങൾ ഉണ്ടായി. എന്റെ മമ്മി വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. മമ്മിക്ക് പിന്നെ ഒരു സർജറി ഉണ്ടായിരുന്നു. ആ ഒരു സർജറി ചെയ്യാൻ വേണ്ടി തയ്യാറായി. പക്ഷെ ആ സമയത്ത് ഞാൻ കോളേജിലാണ് ആയിരിക്കുന്നത്. ഞാൻ ചിന്തിച്ചു, ഞാൻ നാട്ടിലേക്ക് പോയിരുന്നാലും എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, കരച്ചിൽ മാത്രമേ നടക്കുള്ളൂ. അതുകൊണ്ട് അവിടെ ആയിരുന്നുകൊണ്ട് ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കാമെന്ന് ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് തീരുമാനിച്ചു. പക്ഷെ അവിടെയുള്ള എന്റെ ചേച്ചിമാര് അതുപോലെ തന്നെ എന്റെ കൂട്ടു സഹോദരിമാരെല്ലാം എന്നോടൊപ്പം ഫാസ്റ്റിംഗ് എടുത്തു. 3 ദിവസത്തെ ഫാസ്റ്റിംഗ് ആണ്. അതിൽ അവരും കൂടെ ജോയിൻ ചെയ്തപ്പോൾ അതൊരു വലിയ ദൈവശക്തിയായി മാറി. പിന്നെ എന്റെ ജീവിതത്തിലെ അവിടുത്തെ മറക്കാനാകാത്ത ഒരു വിഷയം എന്ന് പറയുമ്പോൾ എന്റെ മമ്മിയുടെ സർജറി നടക്കുന്ന അതേ ദിവസം തന്നെ ഞാൻ ക്ലാസ്സിലേക്ക് കടന്നു വന്നു. ഞങ്ങൾക്ക് ക്ലാസ്സും ഉണ്ട്. ആ സമയത്ത് ക്ലാസ്സിലിരുന്നു, ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു. ആ സമയത്താണ് ഞാൻ ഒരു സാറ് ക്ലാസ്സിലേക്ക് വന്നത്. സാറിന്റെ ടൈമാണ്, അതായത് തോമസ് മാത്യു സാർ എന്ന് പറയും. സാറിന്റെ സമയമാണ് 2 അവർ. അങ്ങനെ സാർ പഠിപ്പിക്കാൻ വേണ്ടി വന്നപ്പോൾ പ്രത്യേകിച്ച് എന്നെ ശ്രദ്ധിച്ചു. അന്നേരം എന്റെ കണ്ണുകൾ കരഞ്ഞ് കലങ്ങിയിരിക്കുന്ന അവസ്ഥ മനസ്സിലാക്കി. അന്നേരം സാർ ചോദിച്ചു, പക്ഷെ എനിക്ക് അതിന് മറുപടി പറയാൻ കഴിഞ്ഞില്ല. എന്റെ കൂട്ടുകാരാണ് മറുപടി പറയുവാൻ ഇടയായി തീർന്നത്. മമ്മിയുടെ സർജറിയുടെ കാര്യം സാറിനോട് പറഞ്ഞു. പക്ഷെ സാറ് അന്നത്തെ ക്ലാസ് എടുത്തില്ല. സാറ് തുറന്ന ആ ടെക്സ്റ്റ് അടച്ചു വെച്ചതിന് ശേഷം പ്രാർത്ഥിക്കുവാൻ ആരംഭിച്ചു. അങ്ങനെ ക്ലാസ് റൂമിൽ ഇരുന്നു കൊണ്ട് ശക്തമായ ഒരു പ്രാർത്ഥന അവിടെ നടക്കുവാൻ ഇടയായി. ആ പ്രാർത്ഥന എന്റെ മമ്മിക്ക് ഒരു ബലമായിരുന്നു. വളരെ വിജയകരമായ നിലവാരത്തിൽ തന്നെ ആ ഒരു സർജറി നടക്കുവാനായിട്ട് സാധിച്ചു. എന്റെ മമ്മിയോടൊപ്പം സർജറി ചെയ്ത പലരും ഇന്ന് ലോകത്തിലില്ല. ആ സമയത്ത് തന്നെ മരണപ്പെട്ടു പോകുവാൻ ഇടയായി തീർന്നു. എന്നാൽ ഇന്നും ജീവനോടുകൂടെ ഈ ഭൂമിയിലായിരിക്കുവാൻ, ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം മമ്മിയെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അതുപോലെ തന്നെ മമ്മിയുടെ സർജറി കഴിഞ്ഞ ശേഷം ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടായി. ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യം കടന്നു വന്നു. അതായത് 17,000 രൂപ, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലാണ് സർജറി ചെയ്തത്. 17,000 രൂപ ഹോസ്പിറ്റലിൽ അടയ്ക്കണമായിരുന്നു. അന്നേരം എന്റെ പപ്പയ്ക്ക് അതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. അവസാനം ഞങ്ങളുടെ വസ്തുവിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ മുറിച്ച് വിറ്റ്, പിന്നെ അതുപോലെ നാട്ടുകാരായ ഒരുപാട് ആൾക്കാർ അന്ന് സപ്പോർട്ട് ചെയ്തു. അങ്ങനെ 17,000 രൂപ കൊണ്ട് അടച്ചതിന് ശേഷമാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ സമയത്ത് ഞാൻ ഭവനത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫീസിനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഫീസ് അടയ്ക്കാൻ പപ്പയ്ക്ക് പിന്നെ കാശില്ല. പിന്നെ ഇത് കടമെല്ലാം വീട്ടിയാലേ പിന്നെ നിവർത്തിയുള്ളൂ. ആ ഒരു സാഹചര്യത്തിൽ ഒരു 2-3 മാസത്തെ ഫീസ് എനിക്ക് പെൻഡിങ് വന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ എല്ലാ ദിവസവും ഇങ്ങനെ ഫീസ് കൊടുക്കാനുള്ളവരുടെ പേര് വായിക്കും. ആ സമയത്ത് എന്റെ പേര് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം പേര് വായിച്ചതിന്റെ കൂട്ടത്തിൽ എന്റെ പേരില്ലായിരുന്നു. അന്നേരം ഞാൻ അന്നത്തെ ഞങ്ങളുടെ വാർഡനായ ആന്റിയുടെ അടുത്തേക്ക് ഞാൻ പോയിട്ട് പറഞ്ഞു, എന്റെ പേര് വായിച്ചില്ല എന്ന് പറഞ്ഞു. അന്നേരം പറഞ്ഞു, ഷെർലിന്റെ ഫീസ് ആരും അടച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എന്തായാലും പ്രിൻസിപ്പലിനെ കണ്ട് കാര്യം പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പ്രിൻസിപ്പലിന്റെ അടുക്കലേക്ക് കടന്നുപോയി പിറ്റേന്ന് രാവിലെ. അന്നേരം ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു, എന്റെ ഫീസ് വായിച്ചില്ല. അന്നേരം പറഞ്ഞു, വായിച്ചില്ലെങ്കിൽ എന്താ, ഷെർലിന്റെ ഫീസ് ആരെങ്കിലും അടച്ചിട്ടുണ്ടാവും, അങ്ങനെ പറഞ്ഞു. അന്നേരം ഞാൻ വീണ്ടും മടിച്ചു നിന്നിട്ട് ഞാൻ ചോദിച്ചു, ആരാ അടച്ചതെന്നറിയാവോ? അതറിയത്തില്ല, ആരായാലും അടച്ചില്ലേ, ഷെർലിന് എന്തിനാ ടെൻഷൻ ആവുന്നത്, പൊയ്ക്കോ, ക്ലാസ്സിലേക്ക് പൊയ്ക്കോ എന്ന് പറയാനിടയായി തീർന്നു. അങ്ങനെ ദൈവം എനിക്ക് വേണ്ടി ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം എന്റെ ജീവിതത്തിൽ നടക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ വിശ്വാസത്തിന്റെ പടികൾ ചവിട്ടി കയറുവാൻ തുടങ്ങി. എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ആ ഫീസ് അടച്ചത് ആരാണെന്ന് വല്ലതും അറിയാമോ? അറിയത്തില്ല, പറഞ്ഞു തന്നില്ല ആരാണെന്നുള്ളത്. കണ്ടിന്യൂ ചെയ്യും.
അങ്ങനെ ആ ഒരു അത്ഭുതം കണ്ടപ്പോൾ എന്റെ ജീവിതത്തിൽ കുറച്ചുകൂടെ വിശ്വാസമായി. അങ്ങനെ ഞാൻ വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. സാമ്പത്തികമായിട്ടൊക്കെ ആ സമയത്ത് വളരെ ഭാരപ്പെടുന്ന അവസ്ഥയായിരുന്നു. എനിക്ക് കുളിക്കാനോ നനയ്ക്കാനോ ഒക്കെ സോപ്പില്ലാത്ത അവസ്ഥയായിരുന്നു. നനയ്ക്കാനുള്ള കുളിക്കാനുള്ള സോപ്പായിരുന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഉപയോഗിക്കുന്ന അവസ്ഥയായിരുന്നു. അതുപോലെ തന്നെ നനയ്ക്കാന് ഞാൻ കല്ലിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ അവിടെ എന്തായാലും കല്ലിൽ പതച്ചു വെച്ചിരിക്കുന്ന സോപ്പ് കാണും. അങ്ങനെ അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുമായിരുന്നു. അങ്ങനെ എന്റെ ജീവിതത്തിൽ ഒരു ദിവസം, ഒരു ഞായറാഴ്ച ദിവസം ഞാൻ വിചാരിച്ചു എല്ലാവരും നനയ്ക്കാൻ ഇറങ്ങുന്നത് ശനി ഞായറൊക്കെയാണ്, അപ്പം എല്ലാവരും നനയ്ക്കും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ ഞാൻ പോയി. പക്ഷെ അന്നത്തെ ദിവസം ആരെയും കണ്ടില്ല. എല്ലാം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. നോക്കിയപ്പോൾ കല്ലില് സോപ്പിന്റെ അംശം പോലും ഇല്ല. അങ്ങനെ ഞാൻ തിരിച്ച് വളരെയധികം സങ്കടത്തോടെ പൊട്ടിക്കരയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, എങ്കിലും ഞാൻ വളരെ സങ്കടത്തോടു കൂടെ എന്റെ റൂമിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് എന്റെ ബെഡില് ഒരു കവർ ഇരിപ്പുണ്ട്. എനിക്കത് ഗൾഫിലെ കവറാണെന്ന് മനസ്സിലായി, കാരണം അതിന്റെ പുറത്ത് അറബി ലെറ്റേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് വന്ന് എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് എനിക്ക് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കുവാനുള്ള സാധനങ്ങളെല്ലാം അതിനകത്ത് ഉണ്ടായിരുന്നു. അതായത് ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള കുളിക്കുന്ന സോപ്പ്, നനയ്ക്കുന്ന സോപ്പ്, പിന്നെ എനിക്ക് ഉപയോഗിക്കാനുള്ള പേപ്പർ, പിന്നെ എനിക്കൊരു സാരി, അതുപോലെ പിന്നെ എനിക്ക് ഉപയോഗിക്കേണ്ടതായ സ്ലൈഡുകൾ, ഒരു വർഷത്തേക്ക് ഉപയോഗിക്കേണ്ട പേന, അതൊരു ഞാൻ ചിന്തിക്കുന്ന ഒരു 1.5 വർഷം ഞാൻ അത് ഉപയോഗിച്ച് എനിക്കത് കിട്ടിയ ശേഷം ഒരു ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു. അങ്ങനെ എനിക്ക് ഒത്തിരി സാധനങ്ങൾ ഞാൻ ആഗ്രഹിച്ചതും ആഗ്രഹിക്കാത്തതും എല്ലാം ദൈവം തരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്നേരം ഞാൻ ഇങ്ങനെ ഒരു വചനം പറഞ്ഞ് ആ സമയത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് ഇസ്രായേൽ മക്കള് വെള്ളത്തിന് വേണ്ടിയിട്ട് ഒരുപാട് അലഞ്ഞ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് കുറച്ച് ദാഹം മാറ്റാൻ വേണ്ടി, അന്നേരത്തെ ദാഹം മാറ്റാൻ വേണ്ടിയിട്ടുള്ള വെള്ളത്തിന് വേണ്ടി അവര് ആഗ്രഹിച്ചത്. പക്ഷെ ആ സമയത്ത് അവർക്ക് ശൂർ മരുഭൂമിയിൽ അവർ ഒരുപാട് അലഞ്ഞു നടന്നു. പിന്നെ മാറയിലെത്തിയപ്പോഴത്തേക്ക് വെള്ളം കിട്ടിയെങ്കിലും കയ്പായിരുന്നു. ദൈവം അതിനെ മധുരമാക്കി കൊടുത്തു. എന്നാൽ അവർ ഏലീം എന്ന് പറയുന്ന ആ ഒരു സ്ഥലത്ത് എത്തിയപ്പോൾ പരിധി കൂടാതെ ഒരു ദൈവപ്രവൃത്തി അവിടെ ദൈവം വെളിപ്പെടുത്തി. അവിടെ 12 നീരുറവയും 70 ഈന്തപ്പനയും ദൈവം നൽകി കൊടുത്തു എന്ന് നമുക്ക് വചനത്തിൽ വായിക്കുവാനായിട്ട് സാധിക്കുന്നു. അന്നേരം ഞാൻ ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കും, ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി ഒന്ന് ചോദിച്ചപ്പോൾ 1 ഡസൻ കൊടുത്തില്ലേ, അങ്ങനെയെങ്കിൽ എനിക്ക് വേണ്ടിയും എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഈ ഒരു വിഷയത്തിന് മറുപടി കിട്ടിയപ്പോൾ, ഒരു ദിവസത്തെ കാര്യം അല്ലെങ്കിൽ ഒരു നേരത്തെ കാര്യം ഞാൻ ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ ദൈവം എനിക്ക് ഒരു വർഷത്തെ എന്റെ എല്ലാ കാര്യങ്ങളും, എല്ലാ ചെലവും എനിക്ക് ദൈവം നൽകി തരുവാൻ തക്കോണം ഇടയായി തീർന്നു. അങ്ങനെ തുടർന്ന് പരിചയമുള്ള ആരെങ്കിലും ആണോ? അതും അറിയത്തില്ല. നമ്മുടെ അവിടെ ഇങ്ങനെ ചെയ്യാറുണ്ട്, എല്ലാവരും ഇങ്ങനെ, ചിലർക്കൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട്. പക്ഷെ അത് ആരാന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അന്നേരം ചിലപ്പോ പോസ്റ്റ്മാൻ വരുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ഒരു കോള്, പോസ്റ്റ്മാൻ വരുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ മണി ഓർഡർ കിട്ടുന്നത്. അതും ആരാന്നറിയത്തില്ല. അന്നേരം ഞങ്ങളുടെ അവിടെ ചേച്ചിമാരൊക്കെ പറയുന്ന ഏലിയാവിന്റെ കാക്ക വരുന്നെന്നാണ് പറയുന്നത്. പോസ്റ്റ്മാനെ കാണുമ്പം തന്നെ പറയും, ഏലിയാവിന്റെ കാക്ക വരുന്നുണ്ട്, ആർക്കൊക്കെ ആണെന്ന് അറിയത്തില്ല, അങ്ങനെ പറയുന്നു. അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഒരു അനുഭവമാണ് അവിടെ നിന്ന് എനിക്ക് മനസ്സിലാക്കാനും എനിക്കത് കിട്ടുവാനും ഇടയായി. എന്റെ ജീവിതത്തിൽ അത് നേടിയെടുക്കുവാനും സാധിച്ചു. അങ്ങനെ തുടർന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിവിടെ മലയാളം മീഡിയം പഠിച്ചിട്ടാണ് പോയത്. അപ്പോൾ എനിക്ക് ലാംഗ്വേജ് പ്രശ്നം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് ഭാഷ എനിക്ക് വലിയ വശമില്ലായിരുന്നു. അങ്ങനെ കുറെ പത്രത്തിലെ വാർത്തകളൊക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പ്രിൻസിപ്പലിന്റെ മോള് ഞങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ടായിരുന്നു, ജോയ് മാമ. അങ്ങനെ ഇതൊക്കെ ഞങ്ങൾക്ക് ഹോംവർക്കായിട്ട് തരും. പക്ഷെ ഇതൊക്കെ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു. എനിക്ക് അങ്ങോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അങ്ങനെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. 6 മണി എന്നൊരു സമയം ഉണ്ടെങ്കിൽ ഞാൻ ടെറസിന്റെ മേലിലേക്ക് പോയിട്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥനയിൽ ഒന്നുകൂടെയൊക്കെ ശക്തിപ്പെടാനായിട്ട് സാധിച്ചു. ദിവസങ്ങൾ കഴിയുമ്പോൾ ഞാൻ ഇത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയത്തില്ല, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതെല്ലാം ഞാൻ മനസ്സിലാക്കി തുടങ്ങി, പഠിച്ചു തുടങ്ങി. അങ്ങനെ എനിക്ക് ദൈവം നല്ലൊരു ഫ്രണ്ടിനെ തന്നു എന്റെ കൂടെ ഇരുന്ന് പഠിക്കാനായിട്ട്. തിരുവനന്തപുരംകാരി തന്നെയാണ്, ഷെർലി JP. അങ്ങനെ ഞാനും അവളുമായിട്ട് ഒന്നിച്ചിരുന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുമായിരുന്നു. അങ്ങനെ എന്റെ അവസ്ഥകൾക്കൊക്കെ ദൈവം വ്യത്യാസം തന്നു. ഫസ്റ്റ് ഇയറിലെ എക്സാം കഴിഞ്ഞപ്പോഴത്തേക്കും ജസ്റ്റ് പാസ്സാണ് എനിക്ക് കിട്ടിയതെങ്കിലും ഞങ്ങളുടെ കോളേജിൽ 3 പേര് മാത്രമേ പാസ്സായിട്ടുള്ളായിരുന്നു. അതിൽ ഒരാളായിട്ട് ദൈവം എന്നെ ഉൾപ്പെടുത്തി. എന്റെ മാർക്ക് പറയുന്നതിൽ എനിക്ക് നാണക്കേടില്ല. 4 എണ്ണത്തിന് 40 മാർക്കും 1-ന് 45 മാർക്കും ആയിരുന്നു. പിന്നീടുള്ളതായ
വർഷമായി എൻ്റെ പഠിത്തം ഒരു സത്യം പറഞ്ഞ ഭയങ്കര ഒരു എന്താ വളർച്ചയുടെ ഒരു അനുഭവം തന്നെയായിരുന്നു. സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും 50%, 60 ആ ഒരു ലെവൽ വരെ നിന്നു. ലാസ്റ്റ് വർഷം ആയപ്പോഴത്തേക്കും 70, 65 ആ ഒരു റേഞ്ചിൽ എനിക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിച്ചു. അങ്ങനെ ഒന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോയ ഞാന് എനിക്ക് ഒരു അവാർഡ് വാങ്ങിയിട്ട് ഇറങ്ങാനുള്ള ഒരു ഭാഗ്യം ദൈവം എനിക്ക് നൽകി തരുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അങ്ങനെ വിജയകരമായിട്ട് തന്നെ എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ആ സമയത്തും മമ്മിക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അസുഖം വരുമായിരുന്നു. എങ്കിലും എനിക്ക് അവിടെ ആയിരുന്നപ്പോൾ എനിക്ക് ആരൊക്കെ ഉണ്ടെന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു. എല്ലാ കൂട്ടുകാരും ഒക്കെ പ്രാർത്ഥനയിൽ സഹകരിക്കുന്നവരായിരുന്നു. എല്ലാവരും ആത്മീകരായിരുന്നു. അന്ന് എല്ലാവർക്കും ഭയങ്കര സഹകരണമായിരുന്നു. എന്ത് ആവശ്യമെന്ന് പറഞ്ഞിരുന്നാലും എല്ലാ പഠിത്തവും നീക്കി വെച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്നിച്ചു കൂടുന്ന ഒരു അനുഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവത്തിന്റെ ആ ഒരു വിടുതലും ദൈവത്തിന്റെ ആ ഒരു കരസ്പർശനം ഒക്കെ ജീവിതത്തിൽ അനുഭവിക്കുവാനായിട്ട് സാധിച്ചു. പിന്നെ അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ നിർത്താൻ തോന്നത്തില്ല. അങ്ങനെ ഉള്ള ഒരു ആത്മീക അനുഭവത്തിലേക്ക് ദൈവം കരം പിടിച്ച് നടത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിന്നെ അതുപോലെ തന്നെ 2002 ഞാൻ ഗ്രാജുവേറ്റ് ചെയ്ത് പുറത്തിറങ്ങിയത്. അങ്ങനെ 2002 എൻ്റെ വിവാഹം നടക്കുന്നു. അത് വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനെയാണ് ദൈവം എനിക്ക് തുണയായി നൽകി തന്നത്. അതായത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട്, അതായത് ദൈവസന്നിധിയിൽ എന്ത് ചെയ്യാനും ഒരുക്കമുള്ള, ഒരു മടിയുമില്ലാതെ വിശ്രമം കൂടാതെ ദൈവസന്നിധിയിൽ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ദൈവദാസനായിരുന്നു. അങ്ങനെ വിവാഹം കഴിഞ്ഞ് ഞാന് അതിനു മുന്നേ ഉള്ളതായിട്ടുള്ള ഒരു അനുഭവമുണ്ട്. എൻ്റെ കോളേജിലായിരിക്കുമ്പോൾ തന്നെ ഞാന് മിനിസ്ട്രി ഞാൻ തെരഞ്ഞെടുത്തിരുന്ന മിനിസ്ട്രി എന്ന് പറയുന്നത് ട്രാൻസ്ലേഷൻ, ബൈബിൾ ട്രാൻസ്ലേഷൻ, ആ ഒരു മിനിസ്ട്രി ആയിരുന്നു എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നത്. അന്നേരം ഞങ്ങളുടെ ഫെയർവെല്ലിന്റെ സമയത്ത് ഈ ഒരു മിനിസ്ട്രി നമ്മൾ മൈക്ക് പിടിച്ചിട്ട് പറയണം. അന്ന് മൈക്കൊക്കെ പിടിക്കുമ്പോൾ ഭയങ്കരത്തിൽ കൈ അങ്ങ് വിറയ്ക്കുമായിരുന്നു. എങ്കിലും വിറച്ച് തന്നെ ഞാൻ ട്രൈബൽ മിനിസ്ട്രിയാ ചെയ്യുന്നതെന്ന്, ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്നതെന്ന് ഞാൻ പറയുവാൻ ഇടയായി തീർന്നു. പക്ഷെ അന്നത്തെ ദിവസം കഴിഞ്ഞു, ഫെയർവെല്ലൊക്കെ കഴിഞ്ഞു, റൂമിലേക്ക് മടങ്ങി വന്നു. പിറ്റേ ദിവസം രാവിലെ ക്ലാസ്സിലേക്ക് കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് അന്നത്തെ ഫസ്റ്റ് അവർ എടുക്കുന്നത് അവിടുത്തെ അക്കാഡമിക് ഡീനായിരുന്ന ബി വർഗീസ് സാറായിരുന്നു. അപ്പൊ സാറ് വന്ന ഉടനെ എന്നെ എണീപ്പിച്ചു. ഞാൻ സാറ് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ എണീറ്റിരുന്നു. എന്നോട് ചോദിച്ചു ഏത് മിനിസ്ട്രിയാ ചെയ്യണമെന്ന് താല്പര്യപ്പെട്ടിരുന്നേ. അന്നേരം ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ ട്രൈബൽസിന്റെ ഇടയിൽ ബൈബിൾ ട്രാൻസ്ലേഷൻ അത് എന്റെ ഇഷ്ടമാണെന്ന് ഞാൻ പറഞ്ഞു. അന്നേരം സാറ് ചോദിച്ചു ഏത് മിനിസ്ട്രിയാ ഏറ്റവും ഇഷ്ടമില്ലാത്തതെന്ന് ചോദിച്ചു. എന്റെ പപ്പ ചർച്ച് മിനിസ്ട്രി ആയതുകൊണ്ട് എനിക്ക് ചർച്ച് മിനിസ്ട്രി എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം അതിലെ അനുഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അത്രയും ഭയങ്കര വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളാണ്. ഒത്തിരി കേൾക്കേണ്ടി വരും, ഒത്തിരി സഹിക്കേണ്ടി വരും. അതുകൊണ്ട് ഒട്ടും മടിക്കാതെ ഞാൻ പറഞ്ഞു ചർച്ച് മിനിസ്ട്രി എനിക്ക് ഇഷ്ടമില്ലാത്തതെന്ന്. അന്നേരം സാറ് പറഞ്ഞു എന്നാൽ കഴിഞ്ഞ ദിവസം ദൈവാത്മാവ് എന്നോട് പറഞ്ഞു ഷെർലിനെ ദൈവം ചർച്ച് മിനിസ്ട്രിയെ ഏൽപ്പിക്കാൻ പോകുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു. പക്ഷേ എങ്കിലും ഞാൻ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു. ഇഷ്ടമില്ലാത്തത് തന്നെ ദൈവം ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വിവാഹാലോചനകളൊക്കെ കടന്നു വന്നു. ബൈബിൾ കോളേജ് അധ്യാപകരൊക്കെ കടന്നു വന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. ദൈവഹിതമായത് ചർച്ച് മിനിസ്ട്രി ആയിരുന്നു. അത് വന്നപ്പോൾ അത് നടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ദേവദാസനും ഒന്നിച്ച് ഞാൻ വിവാഹത്തിന് ശേഷം ആ പ്രവർത്തന സ്ഥലത്തേക്ക് പോകുവാൻ ഇടയായി. അവിടെ കടന്നു പോയപ്പോൾ പാസ്റ്റർ പറഞ്ഞോട്ടോ. പാസ്റ്റർ പേര് സുരേഷ് ചന്ദ്രൻ എന്നാണ്. കാഞ്ഞിരംകുളം സ്വദേശിയാണ്. ചാവടി ചർച്ചിലെ മെമ്പറാണ് അദ്ദേഹം. തിരുവനന്തപുരമാണോ? തിരുവനന്തപുരം. അങ്ങനെ വിവാഹത്തിന് ശേഷം ഞാൻ ആ പ്രവർത്തന സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ആദ്യം സൺഡേ സ്കൂളിനാണ് കടന്നു പോകുന്നത്. ആ സമയത്ത് എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. അവിടെ 67 കുട്ടികൾ സൺഡേ സ്കൂൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. ആ രജിസ്റ്റർ ഞാൻ എടുത്തു നോക്കിയപ്പോൾ 67 കുട്ടികളുടെ, അന്നേരം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. പക്ഷെ കുട്ടികൾ വന്നു തുടങ്ങിയപ്പോൾ ഇഷ്ടംപോലെ കുട്ടികൾ, നിറയെ കുട്ടികൾ. സാധാരണ എന്റെ ചർച്ച് വലിയൊരു ചർച്ചയായിരുന്നു. പക്ഷെ അവിടെ പോലും ഇതിന്റെ പകുതി പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ ഇത്രയും കുട്ടികളെ കണ്ടപ്പോൾ ഞാനും അങ്ങ് അത്ഭുതപ്പെട്ടു. പിന്നെ കുട്ടികളുടെ ഇടയിലെ പ്രവർത്തനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാണ്. അങ്ങനെ ഞാനും വളരെ ഉത്സാഹത്തോടു കൂടെ ആ ദേശത്തില് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ അതിനൊരു വാസന എനിക്കുണ്ട്. അതായത് കുട്ടികളെ ഇങ്ങനെ പഠിപ്പിച്ചെടുക്കാനും അവരെ ആശ്വാസവും പഠിപ്പിക്കാനൊക്കെ ഒരു ഇൻട്രസ്റ്റ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് അവിടെ പ്രവർത്തിക്കുവാൻ ഇടയായി തീർന്നു. അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും ആ ഏരിയയിലെ കംപ്ലീറ്റ് വീടും വിസിറ്റ് ചെയ്ത് തീർക്കുക. അത് ദേവദാസൻ ഇങ്ങനെ എല്ലാം പ്ലാൻ ചെയ്താണ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാം എഴുതി വയ്ക്കും, ഓരോ ഏരിയ, അങ്ങനെ അതെല്ലാം
ഡയറിയിൽ എഴുതി വെച്ചാണ് ഓരോ ദിവസവും കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ എല്ലാ വീടുകളും ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള എല്ലാ വീടുകളിലും ഞങ്ങൾ വിസിറ്റ് ചെയ്ത് അങ്ങനെ ഒരുപാട് ആൾക്കാർ കടന്നു വരുവാൻ തുടങ്ങി. ആദ്യം വാടകയ്ക്കാണ് വീടെടുത്ത് നടത്തിക്കൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾ താമസിക്കുകയും ചെയ്തു വന്നു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിൽ പിന്നെ അങ്ങ് നിറച്ച് ആൾക്കാർ വരാൻ തുടങ്ങി. ആൾക്കാർ ഏകദേശം 150ഓളം ആൾക്കാർ കടന്നു വരാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾക്ക് അറിയാത്ത, ഞങ്ങൾ വിസിറ്റ് ചെയ്യാൻ പോകാത്ത ഏരിയയിൽ നിന്നൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ സഭയ്ക്ക് വേണ്ടി വസ്തു വാങ്ങണമെന്നുള്ള ചിന്ത ദേവദാസന്റെ മനസ്സിൽ കടന്നു വന്നു. അങ്ങനെ ഡിസ്ട്രിക്റ്റിന്റെ സപ്പോർട്ട് കൂടെ തന്നെയാണ് പിന്നെ നമ്മുടെ ആൾക്കാരുടെ കളക്ഷൻസ് അങ്ങനെയൊക്കെ എല്ലാ കാശും കൂടെ ചേർത്ത് ഞങ്ങൾ ആ ദേശത്തിൽ 9 സെന്റ് വസ്തു വാങ്ങുവാൻ ഇടയായി തീർന്നു. അങ്ങനെ വസ്തു വാങ്ങിയതിന് ശേഷം വീണ്ടും ഹാൾ പണിയണം. അതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ഹാൾ പണിതു. ഒരു ചെറിയ റൂമും ചെറിയൊരു അടുക്കളയുമായിട്ട് അങ്ങനെ ചെയ്തെടുക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പക്ഷെ അതിന്റെ വാതിലുകളും ജനലുകളും ഒന്നും ഉറപ്പില്ലാത്ത അവസ്ഥയായിരുന്നു. കാരണം അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാം കൂടെ ഒരു തട്ടിക്കൂട്ട് പരിപാടി എന്നും പറയും പോലെ അങ്ങനെ എല്ലാം കൂടെ ഇങ്ങനെ ഒപ്പിച്ച് ചെയ്തതായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ താമസിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ പണിതെടുത്തതായ ഹാളിലും ജനത്തെ കൊണ്ട് കൊള്ളാൻ പറ്റാത്ത ആ ഒരു സാഹചര്യമായിരുന്നു. അത്രയ്ക്ക് ജനം ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തപ്പെടുവാൻ വേണ്ടിയിട്ട് അടുത്ത് കുറച്ചുകൂടെ വിശാലമായ രീതിയിൽ പണി ചെയ്യണം അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പെട്ടെന്ന് ഒരു ദിവസം വൈകുന്നേരം ഞങ്ങളെ വിസിറ്റിങ്ങിനും കടന്നു പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് പോലീസ് ഞങ്ങളെ എതിരേറ്റ് വന്നു. പെട്ടെന്ന് തന്നെ സ്റ്റേഷനിലേക്ക് വരണമെന്ന് ദേവദാസനോട് ആവശ്യപ്പെട്ടു. അങ്ങനെ പിറ്റേന്ന് ഞങ്ങൾ സ്റ്റേഷനിലേക്ക് കടന്നു പോകുന്ന സാഹചര്യത്തിൽ ആണ് അറിയുവാൻ സാധിച്ചത് 5 വ്യക്തികൾ ഞങ്ങൾക്കെതിരായിട്ട് കേസ് ഫയൽ ചെയ്തു. ഇത് കേട്ട ഞങ്ങൾ ആകെ തകർന്നു പോയി. കാരണം ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. സത്യം പറഞ്ഞ പോലീസിനോട് സംസാരിക്കുന്ന ഒക്കെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. അങ്ങനെ ഞങ്ങൾ വളരെയധികം പ്രയാസപ്പെട്ടു. അങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. പക്ഷെ ആ കേസ് ഒരുപാട് നീണ്ടുപോകുവാൻ ഇടയായി. ഹൈക്കോടതി വരെ എത്തിയെങ്കിലും ഞങ്ങൾക്ക് ആരാധനയ്ക്ക് ഒരു സ്വാതന്ത്ര്യമോ ഒരു പെർമിഷനോ ഒന്നും ലഭിച്ചില്ല. അങ്ങനെ അവസാനം ഞങ്ങളുടെ വക്കീൽ പറഞ്ഞു തൽക്കാലത്തേക്ക് ഒരു പെർമിഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. അങ്ങനെ റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ തൽക്കാലത്തേക്ക് ഒരു പെർമിഷൻ കിട്ടിയെങ്കിലും അതുമായിട്ട് ഞങ്ങൾ ആരാധന നടത്താൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും വീണ്ടും കലുഷിതമായ അന്തരീക്ഷമായി, ഭയങ്കര പ്രശ്നമായി. ഇവരെ എല്ലായിടത്തും ആൾക്കാരെയൊക്കെ അറിയിച്ച് ഫോൺ ചെയ്ത് അറിയിച്ച് അങ്ങനെ ഒത്തിരി പയ്യന്മാര് ഇങ്ങനെ കടന്നു വരുന്ന ഒരവസ്ഥയായിരുന്നു. ബൈക്കുകളിലും ഒക്കെ നിറച്ച് പയ്യന്മാരിങ്ങനെ വന്ന് ഇറങ്ങുന്ന ഒരവസ്ഥയായിരുന്നു. ആ റോഡും ഞങ്ങളുടെ കോമ്പൗണ്ടും കംപ്ലീറ്റ് ഇങ്ങനെ നിറയുന്ന ഒരു അനുഭവമായിരുന്നു. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളുടെ പ്രസ്പിറ്റേഴ്സിനെയൊക്കെ ഞങ്ങൾ വിളിച്ചു. അവരൊക്കെ കടന്നു വന്നു, സഹായിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കടന്നു വന്നത്. പക്ഷെ അവരെ ഇങ്ങോട്ട് കടത്തി വിടാതെ വണ്ണം അവരൊക്കെ വിരട്ടുന്ന ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. സത്യം പറഞ്ഞ ആ ഒരു ഏരിയ എന്ന് പറഞ്ഞ സുവിശേഷ പ്രവർത്തനത്തിന് വളരെയധികം എതിർപ്പുള്ള ഏരിയ ആയിരുന്നു. പക്ഷെ ഞങ്ങളെ അവര് എന്തായാലും ആദ്യമൊക്കെ നന്നായിട്ട് കൈക്കൊണ്ട്, പക്ഷെ വേല വളർന്നു വന്നപ്പോഴാണ് ഇത്രയും അധികം പ്രശ്നത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. ആ ദേശത്തുള്ള പ്രധാനികളായ ആൾക്കാരൊക്കെ ദൈവസന്നിധിയിൽ കടന്നു വരുവാൻ ഇടയായി. പക്ഷെ അവരൊക്കെ പിന്നെ പിന്മാറ്റത്തിലേക്ക് പോയി. കാരണം ആ ഒരു പ്രതികൂലത്തിന്റെ സാഹചര്യത്തിൽ നിൽക്കാനായിട്ട് സാധിച്ചില്ല. എങ്കിലും ഒരുപാട് യൗവനക്കാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. യൗവനക്കാരായ കുഞ്ഞുങ്ങൾ അവരൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുവാൻ ഇടയായി തീർന്നു. ഇന്നൊക്കെ എനിക്ക് തോന്നുന്നു അവരില് ഏകദേശം പേരും സുവിശേഷ വേലക്കാരായി മാറ്റപ്പെടുവാൻ ഇടയായി തീർന്നു. അന്ന് കർത്താവിന്റെ നാമത്തിന് വേണ്ടി ശക്തരായി അവർ നിന്നു. പക്ഷെ അവരെ ദൈവം ദൈവവേലക്കാരായി മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ ആ ഒരു പ്രശ്നത്തിന്റെ പിന്നാലെ ഞങ്ങൾ കടന്നുപോയി, കേസിന്റെ പിന്നാലെ കടന്നുപോയി. പക്ഷെ ഒന്നും എങ്ങും നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴത്തേക്ക് പിന്നെയും ഞങ്ങൾക്ക് ആ ദേശത്ത് പോലും നിൽക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആയിരുന്നു. അങ്ങനെ 1.5 മാസം വരെ പോലീസിന്റെ പ്രൊട്ടക്ഷനിലായിരുന്നു ഞങ്ങൾ അവിടെ കഴിഞ്ഞിരുന്നത്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ അതിലും നടക്കാതെ പിന്നെയും വഴക്കും പ്രശ്നമൊക്കെ ആയപ്പോഴത്തേക്കും പോലീസ് തന്നെ ഞങ്ങളോട് പറഞ്ഞു, ഇവിടെ നിന്ന് നിങ്ങൾ എങ്ങോട്ടെങ്കിലും മാറണം, ഇല്ലാതെ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞങ്ങളെ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഭവനത്തിൽ കൂടി വരുന്ന സമയത്ത് ആ ഭവനത്തിന്റെ വാതിൽ ഒക്കെ ചവിട്ടി പൊളിച്ചിടുവാനിടയായി തീർന്നു. അന്ന് ശരിക്കും പറഞ്ഞാൽ ദേവദാസിനെ അവര് കിട്ടിയിരുന്നുവെങ്കിൽ അന്ന് തന്നെ കൊന്നുകളയുമായിരുന്നു. പക്ഷെ ആ വീട്ടിലെ ആൾക്കാര് ഞങ്ങളെ ഒരു റൂമിനകത്ത്, ആ റൂമിനകത്തുള്ള വാഷ്റൂമിനകത്ത് ഞങ്ങളെ അടച്ചിട്ടു. അപ്പൊ ആ റൂമെല്ലാം വന്ന് അവർ തുറന്നു നോക്കി. അന്ന് എന്റെ മോൾക്ക് 1.5
വയസ്സ് പ്രായമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഈ കുഞ്ഞ് എപ്പോഴും വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞാണ്. ഒരുപാട് സംശയങ്ങൾ ഇവളിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിനകത്ത് ആയിരുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് അവൾ എൻ്റെ മുഖത്തേക്ക് നോക്കും, പിന്നെയും എൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടക്കും. ആ ഒരു അവസ്ഥയായിരുന്നു. അവളെയും ദൈവം ആ സ്ഥാനത്ത് ഒരു ക്രമീകൃതമായ രീതിയിൽ ആക്കുന്ന ഒരു അനുഭവമായിരുന്നു. അവര് ആ റൂമിനകത്ത് മൊത്തം പരിശോധിച്ചു, പക്ഷെ ആ വാഷ്റൂം മാത്രം അവർ തുറന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ആ ഒരു സാഹചര്യത്തിലാണ് പോലീസ് പറഞ്ഞു, ഇനി എന്തായാലും നിങ്ങൾ ഈ നാട്ടിൽ നിൽക്കണ്ട, കൈ കിട്ടിക്കഴിഞ്ഞാൽ കൊന്നു കളയും, അതുകൊണ്ട് നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകണം. അങ്ങനെ ഞങ്ങൾ കാഞ്ഞിരംകുളത്തേക്ക് എൻ്റെ ഹസ്ബൻഡിന്റെ ഭവനത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവിടെ കുറെ നാളായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ആൾക്കാര് അവരെല്ലാം ആത്മീകമായ അനുഭവത്തിന് വേണ്ടി ആഗ്രഹത്തോടു കൂടി ആയിരിക്കുന്നവരാണ്. അവർക്ക് ആരാധന വേണം, ഇല്ലാതെ പറ്റത്തില്ല എന്നുള്ള ഒരു സ്റ്റേജായി. അങ്ങനെ അസംബ്ലീസ് ഓഫ് ഗോഡ് തന്നെ വഴുതൂർ എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്, ഞങ്ങളുടെ അടുത്ത് തന്നെയാണ്. ആ ചർച്ചിലെ ആരാധനയ്ക്ക് ശേഷമായിട്ട് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ കൂടി വരുമായിരുന്നു. അങ്ങനെ കുറെ നാള് ആരാധനയ്ക്ക് വേണ്ടി അങ്ങനെ കൂടി വരുമായിരുന്നു. പക്ഷെ കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അതും പറ്റാതെ വന്ന സാഹചര്യം, അതായത് അവിടെ എന്തെങ്കിലും ഫംഗ്ഷനോ ഉപവാസ പ്രാർത്ഥനയൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ അത്രയും സമയം ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടുത്തെ പാസ്റ്റർ ആയിരിക്കുന്ന ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന സ്റ്റീവൻസൺ പാസ്റ്റർ, അദ്ദേഹം പറഞ്ഞു, എന്തായാലും ഞങ്ങളുടെ ഒരു വിശ്വാസിയുടെ വീട്ടില് കാര്യം ക്രമീകരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ അവിടുത്തെ ഒരു വിശ്വാസിയുടെ വീട്ടില് ഞങ്ങൾ കുറെ നാൾ ആരാധിച്ചു വന്നു. അങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് അതിനടുത്തായിട്ട് ചർച്ച് ഓഫ് ഗോഡിന്റെ ഒരു ചർച്ച് വിൽക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞങ്ങൾ അറിയുന്നില്ല. അവര് ഞങ്ങളുടെ അവസ്ഥയൊക്കെ അറിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്ന് കാര്യം സംസാരിച്ചു. അങ്ങനെ അവിടുത്തെ വസ്തു വിൽക്കുവാനുള്ള ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കി അത് വിറ്റതിന് ശേഷം ഇവിടെയുള്ളതായ വസ്തു വാങ്ങുവാൻ ഇടയായി തീർന്നു. ഒരു ചെറിയ ചർച്ച ഉണ്ടായിരുന്നു, അതും ഷീറ്റിട്ട ഒരു അനുഭവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പച്ചക്കട്ട കൊണ്ട് കെട്ടിയ ഒരു അനുഭവമായിരുന്നു. അതുകൊണ്ട് അതിന് പണികളൊക്കെ ചെയ്തെടുക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെ ആ ചർച്ചിന് പെർമിഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ ചർച്ച് വാങ്ങി. അങ്ങനെ അവിടുത്തെ പണികളൊക്കെ, കാരണം അവിടുത്തെ വസ്തു നല്ല വസ്തുവായിരുന്നു, അത് വിറ്റ കാശുണ്ടായിരുന്നു. അപ്പൊ അതും ബാലൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ അതും കൂടെ എടുത്ത് പിന്നെ ഞങ്ങളുടെ സഹോദരന്മാരുടെയൊക്കെ പ്രയത്നവും അങ്ങനെ എല്ലാം കൂടി ആയപ്പോഴത്തേക്കും ചർച്ചിന്റെ പണികളൊക്കെ ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ചർച്ചിന്റെ പണികൾ ആരംഭിച്ച സമയത്താണ് ദേവദാസൻ പെട്ടെന്ന് രോഗിയായി മാറ്റപ്പെടുന്നത്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് ഞങ്ങൾ കടന്നുപോയി. ആദ്യം ന്യൂമോണിയ എന്ന് ചിന്തിച്ചാണ് ട്രീറ്റ്മെന്റ് ചെയ്യുവാൻ തക്കവണ്ണം ആരംഭിച്ചത്. മൂക്കിൽ കൂടെ ഇങ്ങനെ ബ്ലഡ് വരുമായിരുന്നു. പക്ഷെ എന്താണെന്ന് ഞങ്ങൾ അറിയത്തില്ല. എന്ത് ട്രീറ്റ്മെന്റ് ചെയ്താലും മാറാത്തൊരവസ്ഥയായിരുന്നു. ENT ആണ് ആദ്യം മെഡിക്കൽ കോളേജിൽ നോക്കിക്കൊണ്ടിരുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലായിരുന്നു ആദ്യം ട്രീറ്റ്മെന്റ് തുടങ്ങിയത്. പിന്നെ അത് കഴിയാത്ത ഒരവസ്ഥയായിരുന്നത് കൊണ്ട്, ആശ്വാസമില്ലാത്തൊരവസ്ഥയായിരുന്നത് കൊണ്ട് ഞങ്ങൾ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ പോയപ്പോൾ അവർ എക്സ്റേ എടുത്ത് നോക്കിയപ്പോഴാണ് ന്യൂമോണിയ എന്ന് കണ്ടുപിടിച്ചത്. അപ്പോഴേക്കും ഇൻഫെക്ഷൻ സ്റ്റേജിലേക്ക് മാറ്റപ്പെട്ടിരുന്നു. വീണ്ടും അവര് മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ തന്നെ ഞങ്ങളെ നിർബന്ധിച്ചു. അങ്ങനെ വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് വന്നു. അങ്ങനെ അവിടെ വന്ന് ഡോക്ടർ പറഞ്ഞു പേ വാർഡ് എടുക്കണം, അല്ലാതെ വാർഡിൽ കിടക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല, കാരണം ഇൻഫെക്ഷൻ സ്റ്റേജ് ആ ഒരു സ്റ്റേജിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് ഇൻഫെക്ഷൻ ആകും, അത് പ്രശ്നം കൂടുതലാകും, അതുകൊണ്ട് പേ വാർഡ് എടുത്ത് തന്നെ കിടക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് 245 രൂപയാണ് ഒരു ദിവസത്തെ വാടക എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ തന്നെയും അന്നൊക്കെ കടം തരാനൊക്കെ ആൾക്കാരുണ്ടായിരുന്നു. അന്ന് കടം വാങ്ങി അങ്ങനെ പേ വാർഡ് എടുത്തു. അങ്ങനെ 1 മാസം 1.5 മാസമൊക്കെ ഇങ്ങനെ പേ വാർഡിൽ സ്ഥിരം കിടക്കുന്ന ഒരവസ്ഥയായിരുന്നു. എങ്കിൽ പോലും സുഖമായി വീട്ടിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും വീണ്ടും അസുഖം ഭയങ്കരത്തിൽ കൂടും. അങ്ങനെ വീണ്ടും ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകും. പനിയാണ് മെയിനായിട്ട് കടന്നു വരുന്നത്. പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്ത ഒരു സ്റ്റേജാണ്. കൈക്കും കാലിനും ഒക്കെ നല്ല തരിപ്പും വേദനയും, അങ്ങനെ വല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഒട്ടും സ്വസ്ഥതയില്ലാത്ത ഒരു അനുഭവമായിരിക്കും. പിന്നെ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ കടന്നു പോകും. അങ്ങനെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് 1.5 വർഷം വരെ ഇതേ അവസ്ഥ ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇതിനിടയ്ക്ക് തന്നെ ഹോസ്പിറ്റലിൽ കിടന്ന ദിവസങ്ങൾക്ക് കണക്കില്ല. അങ്ങനെ 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്ക് സ്കൂളിൽ പോകണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടാണ് ഞങ്ങൾ കടന്നു പോകുന്നത്. ആ ഒരു സമയത്ത് ഞാൻ ഭവനത്തിലായിരുന്ന സമയത്ത് ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകാൻ ഞാൻ അലാറം വെച്ചിട്ടുണ്ട്. 3:30 അലാറം വെച്ചിട്ട് എഴുന്നേറ്റ്, കാരണം പുറത്തുനിന്നുള്ള ഫുഡൊന്നും കഴിക്കാൻ പാടില്ല. അതുകൊണ്ട് രാവിലെ ഫുഡെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്നത്. ആ സമയത്ത് ആ അലാറം കേൾക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ചേട്ടനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു ICUയിലേക്ക് മാറ്റി, പിന്നെ നീ ഒന്നും വെക്കണ്ട, നീ വന്നാ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ചെല്ലുന്ന സമയത്ത് ICUയിലേക്ക്
ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് എനിക്ക് പിന്നെ ഒരു സമാധാനമില്ല. എങ്കിലും ഞാൻ കുഞ്ഞുങ്ങളെ കൊണ്ട് സ്കൂളിലാക്കിയിട്ട് ഞാൻ വേഗത്തിൽ ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പക്ഷെ അന്ന് രാത്രി ഞാൻ ഈ അലാറം കേൾക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള സമയം ഞാനൊരു ദർശനം കണ്ടുകൊണ്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു. 3 ദൈവത്തിന്റെ ദാസന്മാർ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നു. അത് ഒന്ന് എനിക്ക് പരിചയമുള്ള ദൈവദാസനാണ്, അതായത് ഞങ്ങളുടെ പ്രസ്പിറ്റർ ആയിരുന്ന ദൈവദാസൻ. പിന്നെ ബാക്കി 2 ദൈവദാസന്മാരെ എനിക്ക് അറിയില്ല. അവരെന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ദേവദാസനെ കൊണ്ടുപോകണം, പിന്നെ ഞങ്ങളുടെ കൂടെ വിടണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ സമ്മതിക്കുന്നില്ല. ഇതിനു മുമ്പ് തന്നെ ദേവദാസൻ ഓർഡിനേഷൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഓർഡിനേഷന് വേണ്ടി പോയപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അസുഖം വീണ്ടും കൂടുതലാകുവാനിടയായി. അന്നേരം ഞാൻ ഈ ദേവദാസന്മാരോട് പറയുകയാണ്, ഓർഡിനേഷന് പോയിട്ട് വന്നപ്പോഴാണ് അസുഖം കൂടുതലായത്, അതുകൊണ്ട് ഇനി ഒരു യാത്രയ്ക്കും ദേവദാസനെ ഞാൻ വിടത്തില്ല, നിങ്ങൾ എത്ര നിർബന്ധിച്ചാലും ഞാൻ വിടത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വന്ന ദേവദാസന്മാർ ഞാൻ ഇങ്ങനെ നിർബന്ധിച്ച് പറയുന്നത് കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് ആ ദേവദാസൻ തന്നെ എന്നോട് പറഞ്ഞു, എന്തായാലും ഞങ്ങൾ ഇപ്പോൾ പോകുന്നു, പക്ഷെ ഇനി ഞങ്ങൾ തിരിച്ചു വരും, അന്ന് നിനക്ക് ഞങ്ങളെ തടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. സത്യം പറഞ്ഞ അതുപോലത്തെ അവസ്ഥ തന്നെയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കടന്നുപോയി. പക്ഷേ ദൈവം അപ്പോഴ് ആയുസ്സിനെ ദീർഘമാക്കി തീർത്തു. ഹല്ലേലൂയ. കുറച്ചു നാളും കൂടെ ഞങ്ങൾക്ക് പിന്നെ ശുശ്രൂഷിക്കാനും മനസ്സിന് ആ ഒരു സ്റ്റേജിൽ സംഭവിച്ചു എങ്കിൽ തന്നെയും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സ്റ്റേജ് ആയിരുന്നു. പക്ഷെ ഈ ഒരു ടൈമിൽ സംഭവിച്ചിരുന്നെങ്കിൽ ഇത്ര പോലും ഞങ്ങൾക്ക് അങ്ങോട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായി തീരുമായിരുന്നു. അതുകൊണ്ടായിരിക്കാം ദൈവം അപ്രകാരം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വീണ്ടും കുറച്ചു നാൾ കൂടെ ദേവദാസന് ആയുസ്സിനെ ദൈവം ദീർഘമാക്കി കൊടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അപ്പൊ ഈ സഭയിലൊക്കെ ആൾക്കാർ വന്നു തുടങ്ങിയോ? മറ്റേ നമ്മളാ പുതിയ മേടിച്ച സഭയില് അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവിടെ പ്രാർത്ഥന തുടങ്ങിയില്ല. അന്നേരവും ആ അടുത്തുള്ള വീട്ടിൽ വെച്ച് തന്നെയാണ് ആരാധനയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ആരാധന നടത്തും. ചിലപ്പോ പ്രസ്പിറ്റർ ആരെങ്കിലും ആയിരിക്കും, ചിലപ്പോൾ ഞാൻ തന്നെ ആയിരിക്കും. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കാര്യങ്ങൾ, ചിലപ്പോൾ ഞാൻ ആരാധന നടത്തിയിട്ടായിരിക്കും ഞാൻ പോകുന്നത്. തിരുവത്താഴ് നടത്താൻ വേണ്ടിയിട്ട് മാത്രം ആരെങ്കിലും കടന്നു വരും. അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളായിരുന്നു. അടുത്തുള്ള ഒരു ഭവനത്തിലായിരുന്നു ആരാധന നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ തന്നെ ഈ ചർച്ചിന്റെ പണികളും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളായിരുന്നു. ഞങ്ങളുടെ സഹോദരന്മാരൊക്കെ എത്രയും വേഗം, ദേവദാസൻ പറയുന്നുണ്ടായിരുന്നു, എത്രയും വേഗം അതിന്റെ പണി തീർത്ത് ഉദ്ഘാടനം ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവരെ പ്രോത്സാഹിപ്പിക്കും. അന്നേരം അവരും അതുപോലെ തന്നെ ഇത്രയും അനുഭവത്തിൽ കൂടെ കടന്നു വന്നത് കൊണ്ട് ഒരു ആരാധനാലയം വേണം. ഇടയ്ക്കിടയ്ക്ക് ദേവദാസൻ പറയാറുണ്ട്, നമ്മുടെ ചർച്ച് മൊബൈൽ ചർച്ചാണ്, കാരണം എല്ലായിടും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ചർച്ചാണ്, അതും ദൈവത്തിന്റെ പദ്ധതിയായിരിക്കും എന്ന് ദേവദാസൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് സ്ഥിരമായിട്ടൊരു ആലയം വേണമെന്നുള്ള ആഗ്രഹത്തോടു കൂടെ അവർ പണികളെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ദേവദാസന് അപ്പോൾ എന്തായാലും കുറച്ച് ആശ്വാസം കിട്ടി. പിന്നെയും ആശ്വാസം പ്രാപിച്ച് വീട്ടിലേക്ക് മടങ്ങി വന്നു. ലാസ്റ്റ് ആ ഒരു സ്റ്റേജൊക്കെ ആയപ്പോഴത്തേക്കും ശരിക്കും ശരീരം ഇങ്ങനെ ദുർബലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആ ബോഡി കണ്ടാൽ തന്നെ അറിയാം ഒരു ആരോഗ്യം ഇല്ലാത്ത ഒരു അവസ്ഥ. അങ്ങനെ പൂർണ്ണമായിട്ടും ആദ്യമൊക്കെ ആണെങ്കിൽ കണ്ടാൽ പറയില്ല, രോഗിയാണെന്ന് പറയില്ല. ഡോക്ടറെ കാണാൻ പോകുമ്പോഴൊക്കെ ഇൻഷർട്ട് ചെയ്ത് അങ്ങനെ നന്നായിട്ട് നല്ല രീതിയിൽ എപ്പോഴും അങ്ങനെ നടക്കുന്ന ആളാണ്. അപ്പൊ അങ്ങനെ നല്ല രീതിയിൽ കാണാൻ വേണ്ടിയിട്ട് പോകും. അന്നേരം ഡോക്ടർ തോളി തട്ടിയിട്ട് പറയും, എനിക്ക് സുരേഷിന്റെ ആ ഒരു നേച്ചർ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. കണ്ട ഒരു രോഗിയെന്ന് പറയില്ല, പക്ഷെ ലാസ്റ്റ് മൊമെന്റിലൊക്കെ ആയപ്പോഴത്തേക്കും ശരിക്കും ആ ഒരു രോഗത്തിന്റെ ആ ഒരു അനുഭവം മുഖത്ത് പ്രതിഫലിക്കുവാൻ ഇടയായി. എന്നിട്ട് ദേവദാസന് ഉറപ്പുണ്ടായിരുന്നു എന്തായാലും മരണം സംഭവിക്കുമെന്ന്. ആ ഒരു നിരാശയും പിന്നെ ഒരു മൗനവും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്തും ഇങ്ങനെ ദേവദാസൻ എന്നോട് പറയാറുണ്ടായിരുന്നു, പിന്നെ 2 പ്രാവുകൾ 2 സൈഡും വന്ന് എങ്ങനെ ചിറകിട്ടടിക്കും. എന്നിട്ട് ദേവദാസനോട് പറയും, എണീക്ക് വീട്ടിൽ പോ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ. അപ്പോൾ നമുക്ക് വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് പോകാം, ദൈവം സൗഖ്യമാക്കും, നമുക്ക് പ്രാർത്ഥിക്കാം, അങ്ങനെയൊക്കെയാണ് ദേവദാസൻ ചിന്തിച്ചിരുന്നത്. പക്ഷെ സ്വർഗീയ ഭവനത്തിലേക്ക് പോകുന്ന കാര്യമാണ് അങ്ങനെ ദൈവാത്മാവ് ഓർപ്പിക്കുവാൻ ഇടയായി തീർന്നത്. അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ആ ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിൽ തന്നെയാണ് കണ്ടിന്യൂസ് ആയിട്ടായിരുന്നത്. ലാസ്റ്റ് ആയപ്പോൾ ഞങ്ങൾക്ക് ഇതുപോലെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് ആരും കടം പോലും തരാത്തൊരവസ്ഥ. കാരണം ദേവദാസന് എന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള കാര്യം ആൾക്കാർക്ക് ഉറപ്പായി. അങ്ങനെ കടം തരുവാൻ, കാരണം എനിക്ക് കടം വീട്ടാൻ കഴിയില്ല എന്നുള്ള ആ ഒരു ചിന്ത വന്നപ്പോഴത്തേക്കും കടം പോലും തരുവാൻ കഴിയാത്ത
ആരും തയ്യാറാകാത്ത ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ആ ഒരവസ്ഥയിൽ കൂടെ മുന്നോട്ട് പോയി. അപ്പോൾ ഞങ്ങളുടെ ഈ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ട് സാറ് ഞങ്ങളോട് പറഞ്ഞു, എന്തായാലും സാറിനോട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു ചേട്ടായിക്ക്. അങ്ങനെ പറഞ്ഞു, സുരേഷ് എന്തായാലും ഇനി അല്ലാതെ സാധാ പേ വാർഡ് എടുക്കണ്ട, അതിനുവേണ്ടി കാശ് ചെലവാക്കണ്ട, ഗവൺമെന്റ് പേ വാർഡ് ഞാൻ എന്റെ കെയർ ഓഫിൽ തന്നെ ശരിയാക്കി തരാം. അങ്ങനെ സാറ് ആ ഒരു അവസ്ഥ കണ്ടിട്ടാണ് സാർ അപ്രകാരം പറയുവാൻ ഇടയായിത്തീർന്നത്. അങ്ങനെ ഗവൺമെന്റ് പേ വാർഡ് ഞങ്ങൾക്ക് വേണ്ടി അനുവദിച്ചു തന്നു. അവിടെയും 1.5 മാസം അങ്ങനെ കിടക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. എന്നിട്ടും ഈ അവസ്ഥയ്ക്ക് യാതൊരു വ്യത്യാസവുമില്ല. അങ്ങനെ അവസാന നിമിഷത്തിലാണ് ഫംഗൽ ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടുപിടിച്ചത്. പിന്നെയും ഒരുപാട് ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ അവസാനം ഏറ്റവും ഒടുവിലാണ് വെജിനസ് ഗ്രാനുലോമാറ്റോസിസ് എന്ന് പറയുന്ന ഒരു അപൂർവ രോഗമാണെന്ന് മനസ്സിലാക്കുവാൻ ഇടയായി തീർന്നത്. ആ രോഗത്തിന്റെ ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ആന്തരിക അവയവങ്ങളിലെ ചെറിയ ചെറിയ വെയിനുകൾ ഇങ്ങനെ പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയായിരുന്നു. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ലങ്സിൽ നിന്ന് ബ്ലീഡിങ് ആരംഭിക്കുവാൻ ഇടയായി തീർന്നത്. പക്ഷെ അത് കണ്ടുപിടിക്കാൻ ഒരുപാട് ലേറ്റായി. ഞങ്ങളുടെ ഡോക്ടർ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വേറൊരു ഡ്യൂട്ടി ഡോക്ടർ വന്നു. അന്നേരം എന്നോട് ആ ഡോക്ടർ വിളിച്ചിട്ട് ചോദിച്ചു, പിന്നെ ഇദ്ദേഹം മാരീഡ് ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വൈഫാണെന്ന് പറഞ്ഞു. അന്നേരം ആ ഡോക്ടർ എന്നോട് ഒരു കാര്യം പറയുവാനിടയായി, ഈ രോഗം ക്ലിയർ ആകത്തില്ല, നമ്മൾ ഷുഗറിനൊക്കെ മരുന്ന് കഴിച്ച് കൺട്രോൾ ചെയ്ത് പോകുന്നത് പോലെ കൺട്രോൾ ചെയ്ത് പോകത്തേ ഉള്ളൂ, ഇത് പൂർണ്ണമായിട്ടും മാറില്ല, ഇതെപ്പോഴും ജീവിതത്തിൽ കൂടെ കാണും എന്ന് പറയുവാനിടയായി തീർന്നു. എന്നാലും അന്നേരം എൻ്റെ അടുത്ത് എൻ്റെ ഹസ്ബൻഡ് വിളിച്ചിട്ട് ചോദിച്ചു എന്താ പറഞ്ഞതെന്ന്. ഞാൻ ഒന്നും പറഞ്ഞില്ല. അന്നേരം എന്നോട് ചോദിച്ചു, ഒരു തമാശ, കൂടുതലായിട്ട് തമാശ പറയുന്ന ആളായിരുന്നു. എന്നോട് ചോദിച്ചു, ഞാൻ തട്ടിപ്പോണ കാര്യമല്ലേ പറഞ്ഞതെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, രോഗത്തിന്റെ കാര്യമാണ് ചോദിച്ചതെന്ന് പറഞ്ഞു. എങ്കിലും അദ്ദേഹത്തിന് വിശ്വാസമായില്ല. അങ്ങനെ മുന്നോട്ട് പോകുന്നതായ ഒരു സാഹചര്യമായിരുന്നു. ലാസ്റ്റ് ഞങ്ങളുടെ ചർച്ചിന്റെ പണികളൊക്കെ ഏകദേശം പൂർത്തിയായി. ആ സമയത്ത് ദേവദാസൻ ചർച്ചിലേക്ക് കടന്നു വന്നു. അവിടെ വന്ന് ആ ചർച്ചിന്റെ പണികളൊക്കെ ഇങ്ങനെ നോക്കി ഭയങ്കര സന്തോഷമായിരുന്നു അന്നത്തെ ദിവസം. ആ സൺഡേയില് എല്ലാവരോടൊപ്പം സന്തോഷിച്ചു, എല്ലാവരോടും വർത്താനം പറഞ്ഞു. അങ്ങനെ പിള്ളേരോടൊക്കെ, യൂത്തിനോടൊക്കെ ഭയങ്കര കാര്യമായിരുന്നു. പിള്ളേരൊക്കെ വന്ന് ചുറ്റും കൂടി നിന്നു, അവരുടെ അടുത്തൊക്കെ സംസാരിച്ചു. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലൊക്കെ അന്ന് പിരിയുവാൻ ഇടയായി തീർന്നു. ഭവനത്തിൽ വന്നു. പിറ്റേന്ന് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. ആ സമയത്ത് അഡ്മിറ്റ് ആകുന്നത് നേരെ ഐസിയുലായിരുന്നു. അങ്ങനെ പല പ്രാവശ്യം ഐസിയുവിൽ അഡ്മിറ്റ് ആയിട്ടുണ്ട്. എങ്കിൽ തന്നെയും തിരിച്ചു വന്നു. പക്ഷെ ഈ പ്രാവശ്യവും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് വിചാരിച്ചത്, തിരിച്ചു വരുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കാഷ്വാലിറ്റി ഐസിയുലാണ് അഡ്മിറ്റ് ആക്കിയത്. അത് കഴിഞ്ഞ് ഓരോ ദിവസം കഴിയുന്തോറും അവസ്ഥ ഗുരുതരമായി കൊണ്ടിരുന്നത് കൊണ്ട് നേരെ മെയിൻ ഐസിയുലേക്ക് മാറ്റുവാൻ ഇടയായി തീർന്നു. അവിടെ ഞാൻ എന്നെ മാത്രമേ അകത്ത് കയറ്റി വിടത്തുള്ളൂ. അങ്ങനെ ഓരോ പ്രാവശ്യവും ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഓക്സിജന്റെ ലെവൽ കുറഞ്ഞു വന്നു. പിന്നെ ഞങ്ങളുടെ ചർച്ചിലെ സഹോദരന്മാരൊക്കെ ആ സമയത്ത് ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ട് വരുന്ന റിസൾട്ട് എന്നെ കാണിക്കത്തില്ല, പിന്നെ എൻ്റെ തരത്തില്ല, അങ്ങനെയൊക്കെയുള്ള അവസ്ഥയായിരുന്നു. ഞാൻ അകത്തേക്ക് കടക്കുന്ന സമയത്ത് എൻ്റെ 2 കൈയും പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചു പോകും, ഞാൻ ഉറപ്പായിട്ടും മരിച്ചു പോകും, നീ ഒരിക്കലും വിഷമിക്കരുത്, കുഞ്ഞുങ്ങളെയൊക്കെ നന്നായിട്ട് വളർത്തണം, ഇളയവളെയും നീ ടെസ്റ്റ് ചെയ്തിപ്പിക്കണം, അവളെയും നീ ICSEയിൽ തന്നെ പഠിപ്പിക്കണം എന്ന് പറയുവാൻ ഇടയായി തീർന്നു. ഞാൻ പറഞ്ഞു അതൊന്നും പറയണ്ട, ദൈവം എത്ര സങ്കീർണമായ അവസ്ഥയാലും ദൈവം തിരിച്ചു കൊണ്ടുവരും എന്ന് ഞാൻ ദേവദാസനോട് ഉറപ്പ് കൊടുത്തു. എന്നിട്ട് എന്നോട് അവസാനമായിട്ട് പറഞ്ഞു, നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഉറപ്പായിട്ട് ഞാൻ മരിച്ചു പോകും, പക്ഷെ ഞാൻ എങ്ങനെ ജീവിച്ചു അതുപോലെ അന്തസ്സായിട്ട് തല ഉയർത്തി തന്നെ നീയും ജീവിക്കണം എന്ന് എന്നോട് പറയുവാനിടയായി തീർന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. പിന്നെ രാത്രി 2 മണിക്ക് ഞാൻ അകത്തേക്ക് കയറി. അപ്പോൾ തീരെ വയ്യാത്തൊരവസ്ഥയായിരുന്നു. അന്നേരം പറഞ്ഞു, എന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുമെന്നാണ് തോന്നണത്, പക്ഷെ അങ്ങനെ ചെയ്യല്ലേ എന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കത് പറയാൻ പറ്റത്തില്ല, കാരണം ഒരു വിടുതൽ അല്ലെങ്കിൽ സൗഖ്യം എങ്ങനെ എവിടെ കൂടെ കിട്ടും എന്നുള്ള ആ ഒരു അനുഭവമായിരുന്നു. ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ പിന്നെ വെന്റിലേറ്ററിലേക്ക് മാറ്റുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ സമ്മതിക്കേണ്ടി വന്നു. എന്തായാലും അങ്ങനെയെങ്കിലും ഒരു വിടുതൽ കിട്ടട്ടെ എന്നുള്ള ആ ഒരു മൈൻഡില് സമ്മതിച്ചു. വെന്റിലേറ്ററിലേക്ക് മാറ്റി. പിറ്റേന്ന് രാവിലെ ഞാൻ ICUയിലേക്ക് കടക്കുന്ന സമയത്ത് വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരുന്നു. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന നേഴ്സിനോട് ചോദിച്ചു, എങ്ങനെയുണ്ട് ഇപ്പൊ, എങ്ങനെ വ്യത്യാസം ഉണ്ടോ എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, ഒന്നും പറയാറായിട്ടില്ല, എങ്കിലും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്ക് എന്ന് പറയുവാനിടയായി. ഒരു പെന്തക്കോസ്ത് സിസ്റ്ററാണ്. അങ്ങനെ ഞാന് ദേവദാസൻ പറഞ്ഞ ഈ വാക്കുകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. ഞാൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്ന സമയത്ത് ഞാനൊന്ന് മയങ്ങിപ്പോയി ജസ്റ്റ്. അന്നേരം ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണുകയാണ്. എൻ്റെ കൈക്കുള്ളിലിരുന്ന എന്തോ ഒന്ന്
അങ്ങ് താഴെ പോകുന്ന ഒരു അനുഭവം എനിക്ക് ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞാൻ ഇതെന്താണെന്ന് എനിക്ക് അന്നേരം മനസ്സിലായില്ല. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റു, വീണ്ടും ഞാൻ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. പ്രാർത്ഥന മാത്രമാണ് ആ സമയത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ ആ സമയത്ത് അവിടെ ICUവിൽ തന്നെ വേറൊരു സഹോദരനെ, പെന്തക്കോസ്ത് സഹോദരനെ തന്നെ അഡ്മിറ്റ് ആക്കുവാൻ ഇടയായി തീർന്നു. ആ സമയത്ത് ആ സഹോദരന്റെ പെങ്ങള്, ആ സഹോദരന്റെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടില്ല, സീരിയസ് ആണ് നില. പക്ഷെ ആ സഹോദരന്റെ പെങ്ങള് എന്റെ അടുത്ത് വന്നു, എന്നോട് നല്ല ഫ്രണ്ടായി, അങ്ങനെ കൂട്ടായി. അങ്ങനെ ആ സമയത്ത് ഇരുന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞു, ദൈവാത്മാവ് നിന്നോട് പറയാൻ വേണ്ടിയിട്ട് എന്നോട് പറയുന്നുണ്ട്, ദൈവദാസന് ഒരുപക്ഷെ എന്തെങ്കിലും സംഭവിച്ചാലും സംഭവിക്കാതിരിക്കട്ടെ, സംഭവിച്ചാലും നീ വിഷമിക്കരുത്, നീ ഭാരപ്പെടരുത്, നീ ദൈവത്തിന് വേണ്ടി നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ എന്നോട് പറഞ്ഞു. പക്ഷെ അന്നേരം എനിക്ക് അവളോട് ഭയങ്കര ദേഷ്യം തോന്നി. ഇവൾ എന്താ ഇങ്ങനെയൊക്കെ പറയണം? കാരണം ആ ഒരു അവസ്ഥയെക്കുറിച്ച് നമുക്ക് മനസ്സുകൊണ്ട് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു, ദേവദാസൻ വിട്ടുപോകുന്ന ആ ഒരു അവസ്ഥ. പക്ഷെ അവളോട് എനിക്ക് ദേഷ്യം തോന്നി. പിന്നെ ഞാൻ അവളോട് സംസാരിച്ചില്ല. അതിനുശേഷമായിട്ട് ഏതാണ്ട് ഉച്ചയായ സമയത്ത് എന്റെ മനസ്സിലേക്ക് എന്തോ ഒരു ഭാരം ഇങ്ങനെ കടന്നു വന്നു. എനിക്ക് സഹിക്കാൻ പറ്റുന്നത്, ഞാൻ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു. അപ്പോൾ എല്ലാവരും എന്നെ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പിടിച്ചുകൂട്ടി വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നുള്ള, ഞാൻ ഒരു ഭ്രാന്തിയെ പോലെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ഓടുന്ന ഒരു അവസ്ഥയായിരുന്നു. എല്ലാവരും എന്നെ പിടിച്ച് പിന്നെ കാറിനകത്തേക്ക് കയറ്റി പെട്ടെന്ന് വീട്ടിലേക്ക് കൊണ്ടുവന്നു. പക്ഷെ ആ സമയത്തായിരുന്നു ദേവദാസന്റെ ആ ഒരു കടന്നുപോക്ക് നടന്നത്, ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നത്. അതെനിക്ക് ക്ലിയർ ആയിട്ട് അറിയാമായിരുന്നു. പക്ഷെ എന്റെ മനസ്സിന് വല്ലാത്തൊരു അസ്വസ്ഥയായിരുന്നു. ഞാൻ വീട്ടിലേക്ക് കടന്നു വന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ദേവദാസന്റെ ബോഡിയും കൊണ്ടുവന്നു. ആ ഒരു സമയത്തൊക്കെ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ചില സമയത്തൊക്കെ അങ്ങ് ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയായിരുന്നു, ഒന്നും അറിയത്തില്ല. പിന്നെയും കണ്ണു തുറന്ന് എഴുന്നേൽക്കുമ്പോഴാണ് ആ ഒരു അവസ്ഥ മനസ്സിലാക്കുന്നത്. അങ്ങനെ അത് കഴിഞ്ഞ് എല്ലാവരും പറഞ്ഞു, ചർച്ചില് ദേവദാസൻ ഇത്രയും കഷ്ടപ്പെട്ട് വാങ്ങിയതായ സ്ഥലമാണ്, അതുകൊണ്ട് ചർച്ചിൽ തന്നെ അടക്കണമെന്ന് പറഞ്ഞു. അതും ഞാൻ സമ്മതിച്ചു. അങ്ങനെ അവിടേക്ക് കൊണ്ടുപോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ചർച്ചിന്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ടിരുന്നത് 2013 മാർച്ച് മാസം 17-ാം തീയതി ആയിരുന്നു. ആ സമയത്ത് ദേവദാസൻ ICUവിൽ അഡ്മിറ്റ് ആയിരുന്നു. ദേവദാസൻ ICUവിൽ അഡ്മിറ്റ് ആയതുകൊണ്ട് ആ ഉദ്ഘാടനം മാറ്റിവെച്ചു. ഞാൻ തന്നെ പറഞ്ഞു, അവിടെ ICUവിലായിരുന്നുകൊണ്ട് ഭയങ്കര കരച്ചിലായിരുന്നു, എനിക്ക് ഉദ്ഘാടനം കാണാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ ഒരു ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ തന്നെ പറഞ്ഞ് സമാധാനിപ്പിച്ചു, ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് വന്നിട്ട് ഉദ്ഘാടനം നടത്താമെന്ന് പറഞ്ഞു. അങ്ങനെ സാറിനെയൊക്കെ വിളിച്ച് ഞാൻ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തു. അങ്ങനെ ഉദ്ഘാടനം മാറ്റിവെച്ചു. ആ സമയത്ത് ദേവദാസന്റെ മനസ്സിനൊരു ശാന്തത ഉണ്ടായിരുന്നു. എങ്കിലും പിന്നീട് അസുഖം സീരിയസ് ആകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ 17-ാം തീയതി ഉദ്ഘാടനം വെച്ചിരുന്നു. 19-ാം തീയതിയാണ് ദൈവസന്നിധിയിലേക്ക് ദേവദാസൻ കടന്നു പോകുവാൻ ഇടയായി തീർന്നത്. അതിനുശേഷം ആ ഒരു ബോഡി ചർച്ചിലേക്ക് കൊണ്ടുവന്ന ആ ഒരു സാഹചര്യം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ഘാടനം നടക്കേണ്ട ആ ഒരു സ്ഥാനത്താണ് ദേവദാസന്റെ ആ ഒരു മരണാനന്തര ശുശ്രൂഷയൊക്കെ നടക്കുവാൻ ഇടയായി തീർന്നത്. അതൊക്കെ ഞങ്ങൾക്ക് അങ്ങോട്ടും ചിന്തിക്കുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതിനുശേഷം എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞങ്ങൾ ഭവനത്തിലേക്ക് കടന്നു വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ദൈവത്തോട് അടുത്തിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു അതുവരെയും. പക്ഷെ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കത്തില്ല, ബൈബിള് വായിക്കത്തില്ല. ഞാൻ പിന്നെ പറഞ്ഞു, ഞാൻ ഇനി പള്ളിയിൽ പോവില്ല. അങ്ങനെയൊക്കെയുള്ള ആ ഒരു തീരുമാനമായിരുന്നു എന്റെ മനസ്സിലുണ്ടായിരുന്നത്. എന്നാൽ ഒരു ദിവസം, ഒരാഴ്ച കഴിഞ്ഞു. ആ ഒരു സമയം ഞാനിങ്ങനെ എന്റെ ബെഡിൽ ഇങ്ങനെ ചാരി ഞാൻ ഇരിക്കുന്ന സമയമായിരുന്നു. ഞാൻ ഈ റൂം വിട്ടിന് പുറത്തിറങ്ങത്തില്ല, അതാണ് എന്റെ മനസ്സിൽ തീരുമാനമായിരുന്നത്. ആ സമയത്ത് ദൈവാത്മാവ് എന്നോട് സംസാരിച്ചു ഇപ്രകാരം, അതിങ്ങനെയാണ്, ഇന്ന് 2 പേർ നിന്റെ അടുക്കൽ വരും, അവർ ചിലത് സംസാരിക്കും, നീ അത് കേൾക്കും. അപ്പൊ ഇത് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു, ആരും എൻ്റെ അടുത്ത് വരുന്നില്ല, പക്ഷെ ആരോ സംസാരിക്കുന്ന കേൾക്കും. അത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. ഞാൻ ദൈവത്തിന്റെ സന്നിധി കേട്ടിട്ട് എനിക്കൊന്നും ഗ്രഹിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാനങ്ങ് മിണ്ടാതെ അങ്ങ് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഞാൻ അവിടെ തന്നെ കുറെ സമയം കഴിഞ്ഞ് കിടന്നു. അങ്ങനെ ഒരു 2:30 സമയത്ത് ഇങ്ങനെ 2 പേർ സംസാരിക്കുന്നത് എന്റെ ചെവിയിൽ കേട്ടു. ഞാൻ പെട്ടെന്ന് എന്റെ വാച്ച് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും 2:30 ആയിട്ടുണ്ട് ടൈം. അപ്പോ ഇന്ന് ഉച്ചയാവുന്ന സമയത്ത് 2 പേർ വരുമെന്നാണ് ദൈവാത്മാവ് പറഞ്ഞത്. അപ്പോൾ അവർ സംസാരിക്കുന്നത് ഞാനിങ്ങനെ കേട്ടു. ഒരാൾ അകത്തുള്ള ആളാ, ഒരാൾ പുറത്തുള്ള ആളാ. ഒരാളെ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് നിൽക്കേണ്ട ആളാ. പക്ഷെ അവരുടെ സംസാരം കേട്ടപ്പോഴത്തേക്കും അത് എന്റെ മനസ്സിനെ വല്ലാതെ പിടിച്ചുലയ്ക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അന്നേരം ഞാൻ വിചാരിച്ചു, എന്തായാലും ഇനി ഇങ്ങനെ വിട്ടുകൊടുക്കാൻ പാടില്ല. അപ്പോ ഇനി ഇങ്ങനെ എന്നെ കുറിച്ച് ചിന്തിക്കുന്ന ആ ഒരു സമൂഹത്തിന്റെ മധ്യത്തില് എനിക്ക് നന്നായിട്ട് ജീവിക്കണം. പ്രൈസ് ലോർഡ്. ആ വാക്ക് പറയാൻ പറ്റുമോ?
ആ വാക്ക് പറയാൻ പറ്റില്ല. പറ്റത്തില്ല. അതാണ് ഓക്കെ, താങ്ക് യു. പറയാൻ പറ്റാത്ത. അത് നമ്മളെ വേദനിപ്പിക്കുന്ന വാക്കുകളായിരിക്കും അല്ലേ? വേദനിപ്പിക്കുന്ന വാക്കാണ്, വല്ലാത്ത വാക്കാണ്. ഓക്കെ, ഓക്കെ, വാക്കുകള്. ഓക്കെ, താങ്ക് യു. ഉം. ആക്ച്വലി അപ്പോ ഞാൻ ചോദിക്കട്ടെ സിസ്റ്റർ, ദൈവമക്കൾ ആ തന്നെയായിരുന്നോ ഇത്? ആ ദൈവമക്കളായിരുന്നോ? ദൈവമക്കളാ, ദൈവമക്കളാ. ഓക്കെ, ഓക്കെ. താങ്ക് യു. അപ്പൊ ഞാൻ എന്തായാലും മനസ്സിൽ ചിന്തിച്ചു, എന്തായാലും ഈ സമൂഹത്തിന്റെ മധ്യത്തില് എനിക്ക് എണീറ്റ് ജീവിക്കണം, എന്റെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് വളർത്തണം, ദേവദാസൻ പറഞ്ഞതുപോലെ തന്നെ എന്റെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് പഠിപ്പിക്കണം. ആ ഒരു ചിന്ത എന്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞാൻ അന്ന് എഴുന്നേറ്റു, പല്ല് തേച്ചു, കുളിച്ചു, ഫ്രഷായി വന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. അങ്ങനെ എന്റെ ഒരു ആത്മീക ജീവിതം ഒരു രണ്ടാം രണ്ടാം ജന്മം, ആത്മീക ജീവിതത്തില് ദൈവം ഒരു രണ്ടാം ജന്മമാണ് എനിക്ക് നൽകി തരുവാൻ ഇടയായി തീർന്നത്. അന്നു മുതൽ ഒരു പുതിയ ലൈഫ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. ദൈവസന്നിധിയിൽ അങ്ങനെ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഒത്തിരി ദിവസമൊന്നും കഴിയാതെ തന്നെ ഞാൻ ദൈവസന്നിധിയിലേക്ക്, ആലയത്തിലേക്ക് കടന്നുപോയി. അവിടെ പോയപ്പോഴത്തേക്കും ഞാൻ ഇടഭാഗത്തോട്ടാണ് ഞാൻ ഇരുന്നത്. സിസ്റ്റർ, ഇത് ഏത് വർഷമായിരുന്നു പാസ്റ്ററിന്റെ വേർപാട്? 2013 2013. മാർച്ച് 19. ആ സമയത്ത് ഒരു പയ്യനാണ് അന്ന് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. അന്നേരം അവന് എന്നോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞു. സത്യം പറഞ്ഞാൽ എങ്ങനെ പ്രാർത്ഥിച്ചോന്ന്, എങ്ങനെ അവസാനിപ്പിച്ചോന്ന് എനിക്ക് അറിയത്തില്ല. അതായിരുന്നു എന്റെ പിന്നത്തേതിലെ ഫസ്റ്റിലത്തെ പ്രാർത്ഥന. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് പ്രസംഗിക്കാൻ അവസരം തരുമായിരുന്നു. അങ്ങനെയൊക്കെ കുറെ നാളുകൾ ആ പയ്യനാണ് ആരാധന നടത്തിക്കൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ എന്റെ പപ്പ പാലോട് സെക്ഷനിലെ പാസ്റ്റർ ആയിരുന്നു. അങ്ങനെ പപ്പയ്ക്ക് ഇങ്ങോട്ട് ട്രാൻസ്ഫർ കൊടുത്ത് പപ്പ ഇവിടുത്തെ ചർച്ചിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നത്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതിന് അങ്ങനെ ഒരു 6 മാസം കഴിഞ്ഞു. ആ സമയത്ത് ഞങ്ങളുടെ പ്രസ്പിക്ടർ ഫാമിലിയായിട്ട് എന്റെ ഭവനത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, സിസ്റ്റർ എന്തായാലും ഇങ്ങനെ ആയിരുന്ന പോരാ, ഇനി പുറത്തേക്ക് വരണം, ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് ഡിസ്ട്രിക്റ്റിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നുണ്ട്, അവിടേക്ക് വരണം, ഞങ്ങളുടെ ശമ്മൽ സാറിന്റെ വൈഫ് അമ്മാമ്മയൊക്കെ കടന്നു വരുന്നുണ്ട്, അമ്മാമ്മയ്ക്കും സിസ്റ്ററിനെ കാണണമെന്നുണ്ട്, അതുകൊണ്ട് വന്നേ പറ്റുള്ളൂ എന്ന് എന്നെ നിർബന്ധിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ വരത്തില്ല, അങ്ങനെ പുറത്തേക്കൊന്നും വരത്തില്ല, എന്റെ ചർച്ചിൽ മാത്രമേ ഞാൻ പോവുള്ളൂ, പോയി വരും, അത്രേ തന്നെ എന്ന് ഞാൻ പാസ്റ്ററിനോട് പറഞ്ഞു. പക്ഷെ പാസ്റ്ററും ഭാര്യയും കൂടെ എന്നെ ഒരുപാട് നിർബന്ധിച്ചു. അങ്ങനെ ഞാന് നിർബന്ധം സഹിക്കവയ്യാതെ അവർ പറഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ വണ്ടിയിൽ കൊണ്ടുപോകും, ഞങ്ങൾ വന്ന് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളുടെ ചർച്ചിലെ ഒരു സഹോദരിയും കൂട്ടി ഞാൻ അവിടേക്ക് കടന്നുപോയി. അവിടെ കടന്നുപോയിട്ട് ഏറ്റവും പുറകിലിരുന്ന്, അന്നൊക്കെ ആരെ കണ്ടാലും കരയും, എപ്പോഴും കരയും, അങ്ങനെയുള്ള ഒരു അവസ്ഥയായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നോർമൽ ആകാത്ത ഒരു കണ്ടീഷനായിരുന്നു. ഏറ്റവും പുറകിലായിട്ട് ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അങ്ങനെ ഞാൻ അവിടേക്ക് കടന്നുപോയി ചർച്ചിനകത്തേക്ക് നോക്കിയപ്പോൾ എന്നെ കണ്ട ഉടൻ തന്നെ എന്റെ ഒരു ആന്റിയാണ് അവിടെ ഗസ്റ്റ് ആയിട്ട് കടന്നു വന്നത്. അസംബ്ലീസ് ഓഫ് ഗോഡിൽ തന്നെ ഡിസ്ട്രിക്റ്റിന്റെ ഒക്കെ സെക്രട്ടറി ആയിട്ട് ആന്റി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ ആന്റി ഡിസ്ട്രിക്റ്റിന്റെ സെക്രട്ടറി ആയിരുന്നു, WMCയുടെ. അപ്പൊ ആന്റി അന്നത്തെ മീറ്റിങ്ങിനുണ്ടായിരുന്നു. ആന്റി എന്നെ കണ്ട ഉടനെ തന്നെ ഓടി വന്ന് എനിക്ക് ചുംബനമൊക്കെ തന്ന് എന്നെ സ്വീകരിച്ചു കൊണ്ടുപോയി ആന്റിയുടെ അടുത്ത് എന്നെ കൊണ്ടിരുത്തി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പെട്ടുപോയ ഒരു അവസ്ഥയായിരുന്നു. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ കഴിയില്ല. കാരണം ഞാൻ പള്ളിയിൽ പോയാലും കൈയടിക്കില്ല, അങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. പക്ഷെ അവിടെ ഇരുന്ന് എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും ഞാൻ അവിടെ കുറെ സമയമൊക്കെ കരഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ആന്റി പറഞ്ഞു, എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ദൈവത്തെ ആരാധിക്കാന്ന് പറഞ്ഞു. പാട്ടൊന്നും പാടിയില്ല. അന്നേരം എല്ലാവരും കൂടെ എണീറ്റ് നിന്നു. എന്നിട്ട് പറഞ്ഞു, ലേഡീസ് മാത്രമാണ് അവിടെ കൂടിയിട്ടുണ്ടായിരുന്നത്, എല്ലാവർക്കും റൗണ്ട് ചെയ്തിരിക്കാന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും റൗണ്ട് ചെയ്തിരുന്നു. ഞാൻ ആന്റിയുടെ അടുത്ത് തന്നെ ഞാൻ ഇങ്ങനെ നിൽപ്പുണ്ടായിരുന്നു. ഞാൻ മിണ്ടാതെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം എല്ലാവരും ആരാധി ഭയങ്കര ആത്മീകമായ ഒരു അന്തരീക്ഷത്തിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ആന്റി എന്റെ നെഞ്ചില് വന്ന് ഇങ്ങനെ നെഞ്ചിലും മുതുകത്തുമായിട്ട് ഇങ്ങനെ കൈവയ്ക്കുവാനിടയായി. ആ സമയത്ത് പെട്ടെന്ന് ഞാൻ ഒരു ബോൾ തെറിക്കുന്നത് പോലെ ഞാൻ തെറിച്ചു പോയത് മാത്രം എനിക്കറിയാം. പിന്നെ എന്റെ കാലുകളൊന്നും നിലത്തുറയ്ക്കുന്നില്ല. അത്രയും ഒരു ആത്മപ്രവാഹത്തിന്റെ ഒരു അനുഭവത്തിലേക്ക് ദൈവം എന്നെ കൊണ്ടെത്തിക്കുവാൻ തക്കോണം ഇടയായി തീർന്നു. അപ്പോൾ തന്നെ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എന്റെ മനസ്സിൽ എന്തോ വന്നിങ്ങനെ കയറുന്ന ആ ഒരു വേദന, എനിക്ക് ആ ഒരു മൊമെന്റിൽ ഉണ്ടായ ആ ഒരു വേദന, അതൊരു ഭാരമായിട്ട്, ഒരു അസ്വസ്ഥതയായിട്ട് എന്റെ മനസ്സിലുണ്ടായി, എന്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. എനിക്ക് ശ്വാസം വിടാൻ പറ്റത്തില്ല, ശരിക്കും ശ്വാസം പുറത്തോട്ട് എടുക്കാനും അകത്തോട്ട് വിടാൻ അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരുന്നു.
ആ ഒരു അസ്വസ്ഥത എനിക്കുണ്ടായിരുന്നു. കടന്നു വരുന്ന ദൈവദാസന്മാരൊക്കെ വെള്ളം പ്രാർത്ഥിച്ചു വരും, പക്ഷെ ആരൊക്കെ പ്രാർത്ഥിച്ചിട്ടും എന്തൊക്കെ ചെയ്തിട്ടും ഒരിക്കലും മാറാത്തൊരവസ്ഥയായിരുന്നു. ആ സമയത്ത് ആന്റിയും ഇങ്ങനെ തൊട്ട സമയത്ത് തന്നെ അത് എന്തോ ഒന്ന് ഇളകി, എന്റെ ഈ ഭാഗത്തുനിന്ന് എന്തോ ഒന്ന് ഇളകി താഴേക്ക് വീഴുന്ന ഒരു ശബ്ദം, ഒരു പാത്രം വീഴുന്ന ആ ശബ്ദത്തോടു കൂടെ എന്തോ ഇളകി വീഴുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ആ സമയത്ത് തന്നെ ദൈവം ഒരു സീനറി എന്നെ കാണിച്ചു. അതായത് ദൈവദാസൻ ഒരുപാട് ദൈവദാസന്മാരുടെ മധ്യത്തിൽ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ആ ഇരിക്കുന്ന ദൈവദാസന്മാരുടെ മുഖത്തിനെല്ലാം ഭയങ്കരമായ ശോഭയും ഭയങ്കര തേജസ്സുമാണ്. അന്നേരം ഞാൻ ഈ കണ്ടുകൊണ്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെ ഞാൻ ചിന്തിക്കുന്നു, അയ്യോ എന്റെ ചേട്ടൻ ഇത്രയും സൗന്ദര്യം ഉണ്ടായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നു. അത്രയ്ക്ക് നമുക്ക് മുഖത്തോട്ട് നോക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഒരു ശോഭയായിരുന്നു. ഞാൻ ഇതിങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ഒരു ശബ്ദം, എന്റെ ദാസൻ എന്റെ അടുക്കൽ തന്നെയുണ്ട്, ധൈര്യപ്പെട്ട് എന്റെ വേല ചെയ്യുക. ഈ ഒരു ശബ്ദം കേട്ടപ്പോഴത്തേക്കും ഞാൻ ഒത്തിരി ആത്മാവിന്റെ ആ ഒരു നിറവിലേക്ക്, ആ ഒരു അന്തരീക്ഷത്തിലേക്കായി. മണിക്കൂറുകൾ നീണ്ടു നിന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്റെ കാലുകൾ നിലത്തുറയ്ക്കുന്നില്ല, എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല, കണ്ണടഞ്ഞ് ഞാൻ ഇരിപ്പുണ്ട്. ഞാൻ വിചാരിച്ചു ഞാൻ എവിടെയൊക്കെയോ ഇങ്ങനെ ഒഴുകി നടക്കുന്ന ഒരു അനുഭവം പോലെ എനിക്ക് അനുഭവപ്പെട്ടു. പക്ഷെ അവസാനം ആരാധന എല്ലാം കഴിഞ്ഞ് ഞാൻ കണ്ണ് തുറക്കുന്ന സമയത്ത് എന്റെ ബൈബിളിന്റെ മുമ്പ് തന്നെ ഞാനുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ഒരിടവും പോയിട്ടില്ല, ഞാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ അനുഭവം താങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരുന്നു. ഈ ഒരു അനുഭവം എന്റെ ജീവിതത്തിൽ ലഭിച്ചതിന് ശേഷമാണ് ഞാൻ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങുവാൻ ഇടയായി തീർന്നത്. അപ്പോൾ തന്നെ ഉടനെ തന്നെ പലയിടത്തും എന്നെ വിളിക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ദേവദാസനോടൊപ്പം ഞാൻ ശുശ്രൂഷയ്ക്ക് കടന്നു പോകും. അന്നൊക്കെ ദേവദാസൻ പറയും വചനം പ്രസംഗിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ കേൾക്കില്ല. ചിലപ്പോൾ 3 ദിവസത്തെ മീറ്റിംഗ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു ദിവസം എന്നോട് കെഞ്ചി പറയും വചനം പ്രസംഗിക്കണം, ഒരു നേരമെങ്കിലും പ്രസംഗിക്കെന്ന് പറഞ്ഞാൽ ഞാൻ കേൾക്കില്ല. കാരണം എനിക്ക് ഈ കാണാതെ പഠിച്ച് പ്രസംഗിക്കണം ഭയങ്കര റിസ്ക് ആയിരുന്നു. ബൈബിൾ കോളേജിൽ പഠിച്ചിരുന്നപ്പോഴും എനിക്കറിയാം, എന്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം ഞാൻ കാണാതെ പഠിച്ചുള്ള ഒരു പ്രസംഗമാണ്. എന്നോട് എന്റെ ചില കൂട്ടുകാരൊക്കെ ചോദിക്കും, എടി നീ ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങനെ പഠിച്ചല്ലോ എന്നൊക്കെ. കാരണം ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് പോകും. അന്നേരം ഇത് കാണുമ്പോൾ തന്നെ, കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അറിയാൻ പറ്റും എന്തായാലും ഇത് കാണാതെ പഠിച്ചതാണ് എന്നുള്ളത്. കാരണം ആ ഒരു ലെവൽ എത്തിക്കഴിയുമ്പോൾ സ്റ്റോപ്പ് ആവുകയും ചെയ്യും. പിന്നെ എനിക്ക് അറിയത്തില്ല, വേറൊന്നും പറയാൻ അറിയില്ല. അങ്ങനെയുള്ള ഒരു അനുഭവമായിരുന്നു. അപ്പൊ അത് കാണാതെ പഠിക്കുന്ന വലിയ റിസ്ക് ആയതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നിരസിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്റെ ജീവിതത്തിലൊരു പണിഷ്മെന്റ് ആയിട്ട് ദൈവം കണക്കാക്കിയെന്ന് എനിക്ക് അറിയത്തില്ല. അതിന് പകരമായിട്ട് ഒരു പണിഷ്മെന്റ് ആയിട്ട് ദൈവം എനിക്ക് തന്നതായിരിക്കാമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ചില സമയത്തൊക്കെ നന്നായിട്ട് എന്നോട് കെഞ്ചി പറഞ്ഞിട്ടുണ്ട്, കുറച്ച് 10 മിനിറ്റെങ്കിലും സംസാരിക്കാൻ. പക്ഷെ ഞാൻ അതൊക്കെ അവോയ്ഡ് ചെയ്യുന്ന അവസ്ഥയായിരുന്നു. ലാസ്റ്റ് ഈ പ്രവചന ശുശ്രൂഷ മാത്രം നിർവഹിക്കുന്ന അവസ്ഥ. ദേവദാസൻ പ്രസംഗിച്ച് കഴിഞ്ഞ ശേഷം നന്നായിട്ട് പ്രസംഗിക്കും. ഒരു ദിവസം പ്രസംഗിക്കുന്നതായിരിക്കില്ല പിന്നീട് പ്രസംഗിക്കുന്നത്. കാരണം അത്രയും അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് ഞാൻ കണ്ടിട്ടില്ല. ബൈബിൾ മാത്രമേ വായിക്കത്തുള്ളൂ, വേറെ ഒരു ബുക്ക് റെഫർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ തന്നെ അതിശയിച്ചിരുന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓരോ ദിവസവും പ്രസംഗിക്കുന്ന വെറൈറ്റി ആയിട്ടുള്ള പ്രസംഗങ്ങളാണ്. അങ്ങനെ പലപ്പോഴും ഞാൻ അതിശയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നൊക്കെ വിചാരിക്കും, അന്നത്തെ പ്രസംഗങ്ങൾ, ദേവദാസന്റെ പ്രസംഗങ്ങൾ എഴുതിയിട്ടിരുന്നെങ്കിൽ ഇന്ന് എനിക്ക് അത് ശുശ്രൂഷയ്ക്ക് വലിയ ഉപകാരമായി തീരുമായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ അത്രയും നല്ല കഴിവുള്ള ഒരാളായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര മെമ്മറി പവർ ആയിരുന്നു. എന്നുവെച്ചാൽ എന്ത് കാര്യങ്ങളും ഇങ്ങനെ ഓർത്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്ന ഒരു അനുഭവം എനിക്ക് ദർശിക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഓർഡിനേഷന്റെ ടെസ്റ്റിന് വേണ്ടി കടന്നു പോകുമ്പോഴും പെട്ടെന്നായിരുന്നു അങ്ങനെ ഒരു ക്രമീകരണം വന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ വായിച്ച് പഠിക്കണം. അപ്പൊ പറഞ്ഞു നീ പോടി, ഞാൻ എഴുതിക്കോളാം, കുഴപ്പമില്ല, നീ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, ബാക്കി ദൈവം ചെയ്തോളൂ എന്ന് പറയും. എന്നിട്ടും അവിടെ എക്സാമിന് വേണ്ടി കടന്നു പോകുന്നതിന്റെ തലേ ദിവസം ഞാൻ ഇവിടെ ഇരുന്ന് പഴയ നോട്ടെല്ലാം തപ്പിയെടുത്ത് ഞാൻ വായിച്ച് കേൾപ്പിക്കും. പക്ഷെ ആ സമയമൊന്നും ഒന്നും കേൾക്കുന്നുണ്ടാവില്ല, നന്നായിട്ട് കിടന്ന് ഉറങ്ങും. എന്നിട്ട് പറഞ്ഞു, നീ നോട്ട് വായിച്ച സമയത്ത് എനിക്ക് നല്ല ഉറക്കം കിട്ടി. പക്ഷെ എക്സാമിന് പോയി എഴുതി നന്നായിട്ട് പാസ്സായി, ആ ഓർഡിനേഷൻ ലഭിക്കുവാൻ വേണ്ടിയായി തീർന്നു. അങ്ങനെ നല്ല ബുദ്ധിയുള്ള ആളാണ്, നല്ല മെമ്മറി പവറുള്ള ആളാണ്, എല്ലാ കാര്യങ്ങളും നല്ല കൃത്യതയോടുകൂടെ ചെയ്യുന്ന ആളാണ്. അതുപോലെ തന്നെ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ആയിരുന്നാലും 9 മണിക്ക് ആരാധന സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ 9:01 സ്റ്റാർട്ട് ചെയ്യും. 10 മണിക്ക് തീർക്കുമെന്ന് പറഞ്ഞ് 10 മണിക്ക് തന്നെ കറക്റ്റ് ആശീർവാദം പറയും. അങ്ങനെ നല്ല കൃത്യനിഷ്ഠതയുള്ള ആളായിരുന്നു. വിശ്വാസികളോടും അതുപോലെ തന്നെയായിരുന്നു, നല്ല സ്നേഹമായിരുന്നു. നമ്മുടെ യൂത്തിനെയൊക്കെ നന്നായിട്ട് വിരട്ടുമായിരുന്നു, പക്ഷെ അവർക്കും ഭയങ്കര സ്നേഹമായിരുന്നു. ദേവദാസൻ മരിച്ച സമയത്തൊക്കെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ അവരൊക്കെ വാവിട്ട് നിലവിളിക്കുന്നത് കാണാനായിട്ട് സാധിച്ചു. ഞാൻ പറയട്ടെ, അത്രമാത്രം ഒരു സ്നേഹമായിരുന്നു. ദേവദാസൻ മരിച്ച ശേഷവും ഈ കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ ചർച്ചിലുണ്ടായിരുന്ന യൂത്ത് അവര് ജോലിക്ക് പോയിട്ട് ഒരു കാശ് പോലും എടുക്കാതെ എനിക്ക് കൊണ്ടുതരും. അപ്പൊ ഞാൻ പറഞ്ഞു, മക്കളെ നിങ്ങൾ ഇങ്ങനെ ചെയ്യണ്ട, ഒരിക്കലും അത് ദൈവം ആഗ്രഹിക്കത്തില്ല, ആന്റിയെ ദൈവം പുലർത്തും, നിങ്ങൾ അധ്വാനിക്കുന്ന കാശ് അങ്ങനെ തരണ്ട എന്ന് പറഞ്ഞ് ഞാൻ അവരെ വിലക്കുവാനിടയെ കുറച്ചു നാളൊക്കെ ഞാൻ വാങ്ങി. പക്ഷെ പിന്നത്തേതിൽ ഞാനത് നിരസിക്കുവാനിടയായി തീർന്നു.
അങ്ങനെ കുട്ടികളോടും ഒക്കെ വളരെ നല്ല കോണ്ടാക്റ്റും സഭാ വിശ്വാസികളോടും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരനുഭവമായിരുന്നു ഇത്. അങ്ങനെ ദൈവം എന്നെ പുറത്തേക്ക് കൊണ്ടുവന്നു. അങ്ങനെ ശുശ്രൂഷയ്ക്കുള്ള ധാരാളം അവസരങ്ങൾ ദൈവം നൽകി. പിന്നെ കോവിഡിന്റെ സമയമൊക്കെ ആയപ്പോഴത്തേക്ക് ശുശ്രൂഷകൾ വളരെ കുറവായിരുന്നു. കാരണം എല്ലാം ഓൺലൈൻ മീറ്റിംഗിലേക്ക് മാറ്റപ്പെട്ടു. അതിനുശേഷമാണ് എനിക്ക് മീറ്റിങ്ങുകളൊക്കെ കുറഞ്ഞത്. അതുവരെ ഇഷ്ടംപോലെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. വിശ്രമമില്ലാതെ ഓടുന്ന ഒരനുഭവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കോവിഡിന്റെ സമയം കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഒരു അങ്കിൾ എന്നെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ ഇച്ചിരി ദൂരോട്ടാണ് ഒരു മീറ്റിംഗ് ഉണ്ട്, നീ പോവോ എന്ന് ചോദിച്ചു. ഇച്ചിരി അനുഭവ സമ്പന്നരായ ഒരാളെ വേണം എന്ന് അവര് ആവശ്യപ്പെടുന്നുണ്ട്. അന്നേരം ഞാൻ പറഞ്ഞു, എവിടെ വേണേലും കുഴപ്പമില്ല, ഞാൻ പോവാന്ന് പറഞ്ഞു. കാരണം അത്രയും എനിക്ക് മീറ്റിങ്ങിന് പോകാതിരിക്കുന്ന ഒരു വിഷമം പോലെ എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ അവിടേക്ക് പോകാനായിട്ട് ആഗ്രഹിച്ചു. അങ്ങനെ അതായത് തമിഴ്നാടിന്റെ ഒരു ഭാഗത്താണ്. ഒരു ലേഡീസ് മീറ്റിങ്ങിന് വേണ്ടി ഞാൻ കടന്നുപോയി. നടക്കാവ് എന്ന് പറയുന്ന ചർച്ചിലാണ്. അവിടേക്ക് കടന്നുപോയി. അവിടെ പാസ്റ്റർ അനുഭവ സമ്പന്നരായിട്ടുള്ള ആൾക്കാരെയാണ് അവര് ആവശ്യപ്പെട്ടത്. പക്ഷെ എന്നെ കളിയിക്കാവള വന്ന് അവര് കാറിൽ കൊണ്ടുപോകുമായിരുന്നു. എനിക്ക് അങ്ങോട്ട് പോകാൻ അറിയത്തില്ല. പക്ഷെ പാസ്റ്റർ എന്നോട് പിന്നത്തേതിൽ പറഞ്ഞത്, സത്യത്തില് ഈ കൊച്ചു എന്ത് പ്രസംഗിക്കാനാന്ന് ചിന്തിച്ചു എന്ന് പാസ്റ്ററിന്റെ മനസ്സിൽ. പക്ഷെ ശുശ്രൂഷ കണ്ടപ്പോഴത്തേക്കും അവർക്ക് പാസ്റ്റർ പറയാൻ ഞാൻ കരഞ്ഞു പോയി എന്നാണ് പറയുവാൻ ഇടയായി തീർന്നത്. അത്രയും മാത്രം ദൈവം എന്നെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. പിന്നെയും തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ദൈവം എനിക്ക് മീറ്റിങ്ങിനുള്ള അവസരങ്ങൾ നൽകി തന്നിട്ടുണ്ട്. അങ്ങനെ ഓരോ മീറ്റിങ്ങിനും കടന്നു പോകുമ്പോൾ ചിലയിടത്തൊക്കെ അവർ ബസ്സിന്റെ നമ്പർ പറയും. ബോർഡ് വായിക്കാൻ എനിക്ക് അറിയത്തില്ല. അങ്ങനെ ബസ്സിന്റെ നമ്പർ പറഞ്ഞ് അതെല്ലാം നോക്കിയിട്ടാണ് കടന്നു പോകുന്നത്. അന്നേരം ഞാൻ വിചാരിക്കും, ഇത് ദൈവം എനിക്ക് തന്ന പണിഷ്മെന്റ് ആണ്. ദേവദാസൻ ഉണ്ടായിരുന്നപ്പോൾ 5 മിനിറ്റോ 10 മിനിറ്റോ പ്രസംഗിക്കാൻ പറഞ്ഞാൽ ഞാൻ കേൾക്കില്ലായിരുന്നു. പക്ഷെ ബസ്സിന്റെ ബോർഡ് നോക്കാൻ പോലും അറിയാത്ത സ്ഥാനത്ത് ബസ്സിന്റെ നമ്പർ നോക്കി പലയിടത്തും ഇറങ്ങി ആരത്തും സംസാരിക്കാൻ പോലും ഭാഷ അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് കുഗ്രാമങ്ങൾ അങ്ങനെയുള്ള എന്ന് വെച്ചാൽ അത് വിജനമായ സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന് ഞാൻ പോകാറുണ്ടായിരുന്നു. ആ സമയത്തൊക്കെ എനിക്ക് പേടി തോന്നും. പക്ഷെ വീട്ടിൽ വന്നിട്ട് ചിന്തിക്കും അതിനേക്കാൾ പേടി തോന്നും. അയ്യോ, ആ സ്ഥലത്തൂടെയൊക്കെ ഞാൻ എങ്ങനെ പോയി അവിടെ എത്തി എന്നൊക്കെയുള്ള ആ ഒരു പേടി എന്റെ മനസ്സിലുണ്ടായിരുന്നു. എങ്കിലും ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇന്നും അനേക ഇടങ്ങളിൽ കടന്നു പോയിട്ട് ഉപവാസ പ്രാർത്ഥനകൾക്ക്, ലേഡീസ് മീറ്റിങ്ങിന്, യൂത്ത് ക്യാമ്പുകൾക്കൊക്കെ കടന്നുപോയി പ്രസംഗിക്കുവാനുള്ള അവസരം ദൈവം തരുന്നുണ്ട്. അതുപോലെ തന്നെ VBS മിനിസ്ട്രിയിലും ദൈവം എന്നെ ഉപയോഗിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻഷൻ ഫ്രീ ആകുന്നതിന് വേണ്ടിയിട്ടാണ് VBS മിനിസ്ട്രി ഞാൻ തുടങ്ങിയത്. ഞങ്ങളുടെ ചർച്ചിൽ മാത്രം ചെയ്ത് അങ്ങനെ ഒതുങ്ങി പോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ പിന്നത്തതിൽ ദൈവം എന്നെ പുറത്തേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അങ്ങനെ ഇന്ന് അനേക ചർച്ചകൾ കടന്നുപോയി കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുവാനൊക്കെ ദൈവം ഭാഗ്യം തരുന്നുണ്ട്, അവസരം തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ദേവദാസൻ രോഗിയാകുന്നതിന് മുമ്പ് തന്നെ ദൈവം എന്നെ ദർശനം കാണിച്ചിട്ടുണ്ടായിരുന്നു. ആ ദർശനം ഇങ്ങനെയാണ്. അതായത് എനിക്ക് റോസാ ചെടികൾ ഭയങ്കര ഇഷ്ടമാണ്. ആ റോസാ ചെടി, അത് മനോഹരമായ ഒരു ചെടിച്ചട്ടിയിൽ ഒരു റോസാ ചെടി ഞാൻ എൻ്റെ ടെറസിന്റെ മേളിൽ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ നിറച്ച് പൂക്കൾ അതിനകത്ത് ഉണ്ട്. അങ്ങനെ ഞാൻ ഈ ചെടി ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു അനുഭവമാണ്. ഞാൻ എപ്പോഴും അങ്ങനെ തന്നെയാണ്. പുറത്തിറങ്ങി കഴിഞ്ഞാലും ചെടികളൊക്കെ കാണുമ്പോഴത്തേക്ക് അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ ആസ്വദിക്കാറുണ്ട്, അതിന്റെ ഭംഗി ആസ്വദിക്കാറുണ്ട്. അങ്ങനെ ഈ ചെടി ഭയങ്കരത്തിൽ ആസ്വദിച്ചു. ഞാനിങ്ങനെ നട്ടിട്ട് ഇങ്ങനെ എനിക്കൊന്നും രക്ഷപ്പെട്ട് കിട്ടിയിട്ടില്ല, ഇതെനിക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെ സന്തോഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒരു മനുഷ്യൻ വന്നിട്ട് ഈ ചെടിയെ അങ്ങ് എടുത്തോണ്ട് പോകുന്നു. ആ കാലുകളാണ് എനിക്ക് കൂടുതൽ കാണാനായിട്ട് സാധിച്ചത്. അത് ഇങ്ങനെ ഫോക്കസ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ആ കാല് ഭയങ്കര സൗന്ദര്യമാണ്. ആ സമയത്ത് ദേവദാസിന് അസുഖമൊന്നും ഉണ്ടായിട്ടില്ല. ആ കാലുകൾ ഭയങ്കര സൗന്ദര്യമാണ്. പക്ഷെ ബാക്കിയുള്ളതെല്ലാം ഒരാളിന്റെ രൂപം പോലെ അറിയാൻ പറ്റുന്നുള്ളൂ. ആ കാല് നന്നായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ആ ഒരു പിങ്ക് കളറും ഭയങ്കര സൗന്ദര്യമുള്ള ഒരു കാലാണ്. അത് വർണ്ണിക്കാൻ പറ്റാത്ത ഒരനുഭവമാണ്. പക്ഷെ ഞാൻ അന്നേരം കിടന്ന് വിളിക്കുക, എന്റെ ചെടി ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയത് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ പുറകെ ഓടാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ എത്ര ശ്രമിച്ചിട്ട് എനിക്ക് ഓടാൻ പറ്റുന്നില്ല. കുറെ ദൂരം ചെന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് എന്നോട് പറയുക, ഇതെന്റേതാണ്, ഞാൻ നിനക്ക് തന്നതല്ലേ എന്ന് പറഞ്ഞു. അത്രയും പറഞ്ഞിട്ട് ഭയങ്കര സ്പീഡില് മിന്നൽ പോലെ അത് അങ്ങ് ഓടിപ്പോകുവാൻ ഇടയായിത്തുന്നു, മറിഞ്ഞു പോകാൻ ഇടയായിത്തുന്നു. ഞാൻ ഭയങ്കരത്തിൽ നിലവിളിച്ചുകൊണ്ട് കണ്ണു തുറന്നു. അന്ന് ദേവദാസൻ ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയമാണ്. ഞാൻ ദേവദാസനോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ദർശനം ഞാൻ കണ്ടു. അന്നേരം പറഞ്ഞു, നിനക്ക് പ്രിയപ്പെട്ടത് എന്തോ തമ്പുര എടുത്തോണ്ട് പോകും എന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു, എന്തോന്നാണെന്ന് അറിയില്ല, കുഞ്ഞുങ്ങൾക്കും ഇടയ്ക്കിടയ്ക്ക് അസുഖം വരും, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിച്ചത്. എന്നിട്ട് ദേവദാസൻ എന്നോട് പറഞ്ഞു, എന്തായാലും പ്രാർത്ഥിച്ചിട്ട് ഫലമുണ്ടെന്ന് തോന്നുന്നില്ല,
ദൈവത്തിന്റെ പദ്ധതിയാണ് എന്തായാലും, എന്നാലും പ്രാർത്ഥിക്ക് എന്ന് എന്നോട് പറഞ്ഞു. പിന്നെ നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ എന്നും കൂടെ പറയുവാനിടയായി തീർന്നു. പക്ഷേ ഈ അവസ്ഥയിലൊക്കെ കടന്നു വരുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചില്ല. ഇങ്ങനെ മറുപടി ലഭിക്കാത്ത ഒരു വിഷയമാണെന്നും ഞാൻ ചിന്തിച്ചില്ല. എന്തായാലും ദൈവത്തിന്റെ പദ്ധതി ആയിരിക്കാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. കാരണം ഞാൻ ഇത്രയും അധികം പ്രാർത്ഥിച്ച ഒരു വിഷയമില്ല. കാരണം ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ഏതാണ്ട് എല്ലാ വിഷയങ്ങൾക്കും ദൈവം എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. മറുപടി തരാതെ ഒരു വിഷയങ്ങളും എന്റെ ഓർമ്മയിലില്ല. അത്രയ്ക്ക് എല്ലാ കാര്യങ്ങളും, സാമ്പത്തിക കാര്യങ്ങളായിരുന്നാലും എല്ലാം ഞാൻ ദൈവത്തോട് ചോദിച്ചിട്ട് ദൈവം എനിക്ക് മറുപടി തന്നിട്ടുണ്ട്. പക്ഷെ ഇതിന് മാത്രം ദൈവം എനിക്ക് മറുപടി തന്നില്ല. പക്ഷെ ഇപ്പോ എനിക്ക് ദൈവത്തോട് പിണക്കുമോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും ദൈവത്തിന്റെ പ്ലാൻ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെ ശുശ്രൂഷയിലേക്ക് ദൈവം ഇറക്കി വിട്ടു. അതുകൊണ്ട് ഇനി എന്നിലൂടെ ആയിരിക്കാം ദൈവത്തിന്റെ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തുന്നത്. ദേവദാസൻ രോഗിയായിരുന്ന സമയത്ത് തന്നെ ഒരു ദേവദാസൻ കടന്നു വന്നിട്ട് എനിക്ക് ദൂത് പറഞ്ഞു. അത് കോട്ടയം ഭാഗത്ത് എവിടെയുള്ള ഒരു ദേവദാസനാണ്, എനിക്ക് അറിയത്തില്ല, ആരോ വിളിച്ചിട്ട് വന്നതാണ്. അങ്ങനെ ആ ദേവദാസൻ എന്നോട് ദൂത് പറഞ്ഞു. എന്നെ അറിയത്തില്ല, പാസ്റ്ററിന്റെ വൈഫാന്നോ ഒന്നും അറിയത്തില്ല. എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഏലിയാവ് ചുഴലിക്കാറ്റിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നു, ഏലിശ ശുശ്രൂഷ ഏറ്റെടുത്ത് ഞാൻ ചിലത് പ്രാപിച്ചു എന്ന് നീ പറയുന്ന നാളുകൾ വരുന്നു, ഇങ്ങനെ അദ്ദേഹം പറയുവാനിടയായി. പക്ഷെ അന്ന് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ല. പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു ദൈവത്തിന്റെ പ്ലാനാണെന്ന്. ഇങ്ങനെയുള്ളതായ അനുഭവങ്ങളിലൂടെ, ദർശനങ്ങളിലൂടെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു. ഇങ്ങനെ ഒരുപാട് അനുഭവത്തിൽ കൂടെയൊക്കെ കടന്നുപോയി. പിന്നെ ദേവദാസൻ മരണപ്പെട്ട സമയത്ത് എന്റെ മൂത്ത മോൾക്ക് 9 വയസ്സാണ് ഉണ്ടായിരുന്നത്. അവള് 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നു. ഇളയാള് LKG പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾക്ക് 4 വയസ്സായിരുന്നു പ്രായമുണ്ടായിരുന്നത്. ഈ 2 കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ വിചാരിച്ചു, ദൈവമേ ഇവരെ എങ്ങനെ വളർത്തും? കാരണം എനിക്ക് പുറത്തു പോയി കടയിൽ പോയി ഒരു സാധനം വാങ്ങി ഒരു പരിചയവുമില്ല. ആ ഒരു അവസ്ഥയായിരുന്നു എന്റേത്. പക്ഷെ ഇവരെ എങ്ങനെ വളർത്തുമെന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ എങ്ങനെ ഇതുവരെ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. അത്രയും മാത്രം ശ്രേഷ്ഠകരമായിട്ട് ദൈവം നടത്തുവാനിടയായി തീർന്നു. ആ സമയത്ത് എന്നെ എല്ലാവരും നിർബന്ധിച്ചു സ്കൂളിലേക്ക് പോയി ഫീസ് കൺസെഷന് വേണ്ടി പറയണമെന്ന്. അങ്ങനെ ഞാൻ സ്കൂളിലേക്ക് കടന്നുപോയി. അവിടെ ചെന്ന് അവരോട് റിക്വസ്റ്റ് ചെയ്തു, ഫീസ് കൺസെഷൻ ചെയ്യണം എന്ന് റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അവര് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പറ്റില്ല, നീ ഒരു കാര്യം ചെയ്യണം, ഇതൊരു പ്രൈവറ്റ് സ്കൂളാണ്, അതുകൊണ്ട് നിന്റെ മക്കളെ ഇവിടെ നിന്ന് മാറ്റി നീ എവിടെയെങ്കിലും കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ചേട്ടായി പറഞ്ഞിട്ടുണ്ട്, ഇളയവളെയും ICSE പഠിപ്പിക്കണം എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊക്കെ ഓർത്ത് ഞാൻ അങ്ങോട്ട് കരയാൻ തുടങ്ങി. അവിടെ നിന്ന് മേളിലേക്ക് കയറി സ്കൂളിന്റെ ഒരു ഓഡിറ്റോറിയം ഉണ്ട്. അവിടുത്തെ ആ ഓഡിറ്റോറിയത്തിന്റെ തൂണിൽ വന്ന് ചാരി ഇരുന്നിട്ട് ഞാൻ അങ്ങ് കരയുവാൻ തുടങ്ങി. കരഞ്ഞപ്പോ ഒരു ദൈവശബ്ദം, നിന്റെ ദൈവം വിശ്വസ്തനല്ലേ? ആ ഒരു ദൈവശബ്ദം കേട്ട് എന്റെ മനസ്സൊന്ന് ഉറയ്ക്കുവാനിടയായി. ഞാൻ ദൈവത്തോട് പറഞ്ഞു, എനിക്കറിയാം എന്റെ ദൈവം വിശ്വസ്തനാണെന്ന്, ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതുവരെയും എന്റെ ദൈവം എന്റെ ജീവിതത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി കരുതണം, എന്റെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ പഠിപ്പിക്കാനുള്ള മുഖാന്തരം ഒരുക്കി തരണമെന്ന് ഞാൻ ദൈവത്തോട് പറയുവാനിടയായി. പക്ഷെ ഞാൻ പറയട്ടെ, മൂത്തവള് ആ സമയത്ത് അവിടെ 4ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇളയവള് അവിടെ ജോയിൻ ചെയ്തിട്ടില്ല. അങ്ങനെ രണ്ടാമത് ഞാൻ അവളെ എൻട്രൻസ് എഴുതിപ്പിച്ചു. അന്നേരം എന്റെ അനിയത്തി പറഞ്ഞു, 15 റാങ്കിനകത്ത് വരികയാണെങ്കിൽ നീ പഠിപ്പിക്കണം, ഇല്ലെങ്കിൽ പഠിപ്പിക്കണ്ട. അതാണ് ഒരു അടയാളമായിട്ട് വെച്ചിരുന്നത്. 15 റാങ്കിന് കിട്ടുവാണെങ്കിൽ പഠിപ്പിക്കണം. അങ്ങനെ നോക്കിയപ്പോ അവൾക്ക് ഫസ്റ്റ് റാങ്കിനകത്ത് കടന്നു വന്നു. ഫസ്റ്റ് റാങ്ക് 3 കുട്ടിയെ കൊണ്ടായിരുന്നു. അതിൽ ഒരാളായിട്ട് അവൾ മാറി. അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും അവളെ പഠിപ്പിക്കാൻ തീരുമാനിച്ചു. സത്യം പറയട്ടെ, ദൈവം ഓരോ ദിവസവും അതിശയകരമായി, അത്ഭുതകരമായി നടത്തി. സംഘടനയിൽ നിന്ന് ഞങ്ങൾക്ക് കടം തീർക്കാനുള്ള കാശൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2 വർഷത്തെ കുഞ്ഞുങ്ങളുടെ പഠന ചെലവ് അവർ തന്നു. ഒരു സ്പോൺസറാണ് ചെയ്തത്. പിന്നെ 2 വർഷം കഴിഞ്ഞപ്പോൾ അതും സ്റ്റോപ്പായി. അങ്ങനെ സാമ്പത്തികമായ വഴികളൊക്കെ അടഞ്ഞു. ആ ഒരു സമയത്തേക്ക് തൽക്കാലം ഒരു ആശ്വാസം ഞങ്ങൾക്ക് ലഭിച്ചു. പിന്നത്തേതില് ഞാന് ജോലിക്കും കടന്നുപോയി. പിന്നെ തയ്യൽ അറിയാം. അങ്ങനെ തയ്യല് എന്ത് ജോലിക്കാ സിസ്റ്ററെ കടന്നു പോയത്? ഞാന് കുറെ ജോലിക്ക് കടന്നു പോയിട്ടുണ്ട്. ആദ്യം ഒരു കമ്പനിയുടെ പ്രോഡക്റ്റ് എടുത്ത് അങ്ങനെ വീടുകൾ തോറും കൊണ്ടുവന്ന് വിൽക്കുന്ന ഒരു അനുഭവമായിരുന്നു. ആ സമയത്ത് ദേവദാസനെ അറിയാവുന്ന ആൾക്കാരൊക്കെ എന്നെ വിലക്കും. ദേവദാസൻ ഇത്രയും അഭിമാനത്തോടു കൂടെ ഈ ദേശത്തിൽ ജീവിച്ച ആളാണ്. അപ്പം എന്റെ വീട്ടിൽ ഷിബി എന്നാ വിളിക്കുന്നത്. ഷിബി, എന്തായാലും ഈ ജോലി ചെയ്യരുത്, ഇതെന്തായാലും വച്ച് മതിയാക്കണം, വേണ്ട നീ എടുത്ത സാധനം അത്രയും വിറ്റിട്ട് നീ ഇത് മതിയാക്കണം. എല്ലാവരും എന്നോട് ഇങ്ങനെ തന്നെയാണ് പറയാൻ ഇടയായി തീർന്നത്. അങ്ങനെ അവര് സാധനം ഒന്നും വാങ്ങാതെ 500 രൂപ എടുത്ത് എന്റെ കയ്യിൽ തന്നിട്ട് എന്നെ മടക്കി വയ്ക്കുവാൻ ഇടയായി തീർന്നു. അങ്ങനെ ഞാനും ചിന്തിച്ചു, ശരിയാ, ചേട്ടായും എത്രയും നല്ല തലം എന്ന് വെച്ചാൽ ദേശത്തില് നല്ല ടിപ് ടോപ്പ് ആയിട്ട് നടന്ന ഒരാളായിരുന്നു. പക്ഷെ ഞാൻ ഈ അവസ്ഥയിലേക്കൊക്കെ കടന്നു പോകുമ്പോൾ എനിക്കും അതും മനസ്സിന് വിഷമമുണ്ടായിരുന്നു. പിന്നെ സാഹചര്യങ്ങൾ അതിൽ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് എന്നെ അനുവദിച്ചു. പിന്നെ അതും ഞാൻ സ്റ്റോപ്പാക്കി.
അത് കഴിഞ്ഞിട്ട് ഒരു കടയിൽ തയ്ക്കാൻ വേണ്ടി പോകുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഒരു സവാള ഗോഡൌണിൽ സവാള തിരയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോകുമായിരുന്നു. ഇങ്ങനെ കിട്ടുന്ന ജോലികളൊക്കെ മാറി മാറി ചെയ്തു. പിന്നെ ഒരു അംഗൻവാടിയിൽ 6 മാസം ടീച്ചറായിട്ട് ജോലി ചെയ്തു. പിന്നെ ഒരു ഗവൺമെന്റ് ഓഫീസിൽ 6 മാസം IMG എന്ന് പറയും, ഇവിടെ വികാസ് ഭവനിലുള്ള തിരുവനന്തപുരത്ത്, അവിടെ OA സ്റ്റാഫായിട്ട് 6 മാസം വർക്ക് ചെയ്തു. ഇങ്ങനെ കിട്ടുന്ന ജോലികളൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടായിരിക്കുന്നു. ഇപ്പോഴ് തയ്യൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വീട്ടിലിരുന്ന് തയ്ക്കുന്നുണ്ട്. പിന്നെ കർത്താവ് തരുന്ന അവസരങ്ങളൊക്കെ കർത്താവിന്റെ നാമത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. ഒരവസരം പോലും നഷ്ടമാക്കി കളയത്തില്ല. പിന്നെ ഒരു ദിവസം തന്നെ 2-3 മീറ്റിംഗ് വരും, അങ്ങനെയുള്ളത് മാത്രം അവോയ്ഡ് ചെയ്യും എന്നേ ഉള്ളൂ. അങ്ങനെ ദൈവത്തിന്റെ നാമത്തിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോ എന്റെ മൂത്ത മകള് BHMS എന്ന കോഴ്സിനാണ് പഠിക്കുന്നത്. അവൾക്കും ഒരു മിഷണറി ഡോക്ടർ ആകണം, അതായിരുന്നു ആഗ്രഹം. അങ്ങനെ അവൾ ആഗ്രഹത്തോടു കൂടി പ്രാർത്ഥിച്ചു. ഹോമിയോ മെഡിസിൻ ആയിരുന്നു അവൾക്ക് താല്പര്യം. അങ്ങനെ അതിൽ തന്നെ ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അവൾക്ക് ഒരു അഡ്മിഷൻ ലഭിക്കുവാൻ ഇടയായി തീർന്നു. ഇപ്പോൾ 3-ാം വർഷം അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓൾ ഇന്ത്യയിലെ ആദ്യത്തെ അലോട്ട്മെന്റിൽ 10 കുട്ടികൾ അവർ സെലക്ട് ചെയ്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതില് 1ാമത് അഡ്മിഷൻ എടുക്കുവാനായിട്ട് ദൈവം അവളെ സഹായിച്ചു. ഞങ്ങൾ അവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് പ്രിൻസിപ്പൾ പറയുന്നുണ്ടായിരുന്നു, 1ാമത്തെ ആള് മോടെ പേര് അൽസി എന്നാണ്. അപ്പോ വെച്ച് തന്നെ ആദ്യത്തെ ലെറ്റർ തുടങ്ങുന്ന ആ ഒരു പേര് തന്നെ അത് അനുഗ്രഹമായി എഴുതി. അപ്പോ ഞങ്ങൾക്ക് ഈ ഒരു ബാച്ച് ഏറ്റവും അനുഗ്രഹമായി തീരുമെന്ന് പറയുവാൻ ഇടയായി തീർന്നു. അങ്ങനെ അവൾ ഇന്നും കോളേജില് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 3ാം വർഷം പഠിച്ചുകൊണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ ഇളയ മോള്, അവളും പഠിക്കാൻ നല്ല മിടുക്കിയാണ്. +2-ന് ഫസ്റ്റ് ഇയറിന് എല്ലാ വിഷയങ്ങൾക്കും ഫുൾ മാർക്ക് കിട്ടി. അതുപോലെ സെക്കൻഡ് ഇയറിൽ ഞങ്ങൾ അപ്രകാരം ആഗ്രഹിച്ചു. പക്ഷെ ഇംഗ്ലീഷിന് മാത്രം 2 മാർക്ക് കുറഞ്ഞു. 1200-ൽ 1198 മാർക്കും അവൾക്ക് നേടാനായിട്ട് സാധിച്ചു. സയൻസ് ഗ്രൂപ്പാണ് അവളും എടുത്തിരിക്കുന്നത്. ഇപ്പോ നീറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടായിരിക്കുന്നു. അപ്പോൾ എന്റെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ ഓർത്ത് പ്രാർത്ഥിക്കണം, അവരെ ഒരു നല്ല നിലയിൽ എത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എന്റെ മനസ്സിലുണ്ട്. പണ്ടൊക്കെ നേരത്തെയൊക്കെ ഞാൻ ഇങ്ങനെ മരിക്കണം എന്നുള്ള ആഗ്രഹം എന്റെ മനസ്സിലുണ്ടായിരുന്നു. മരിച്ചാൽ മതിയെന്ന് ചിന്തിച്ച അനുഭവങ്ങൾ ഉണ്ടായിരുന്നു. നമുക്ക് സ്വയമായിട്ട് ജീവൻ എടുക്കാനായിട്ട് പറ്റില്ലല്ലോ. അങ്ങനെ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്, കർത്താവ് എന്റെ ജീവൻ എടുക്കണം, എനിക്കിനി ജീവിക്കണ്ട എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, കുറച്ച് നാളുകൂടെ ജീവിക്കണം, എന്റെ കുഞ്ഞുങ്ങളുടെ അവർ നല്ല ഭാവിയൊക്കെ കാണണം, സന്തോഷിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥനയെ ചോദിക്കുന്നു. ഇതുവരെയും നടത്തിയ ദൈവം ഇനിയും നടത്തുമെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. ഇപ്പോഴും ഒരുപാട് അത്ഭുതങ്ങളിലൂടെയാണ് ദൈവം എന്നെ നടത്തുന്നത്. ചിലപ്പോൾ ഫീസ് അടയ്ക്കാനൊക്കെ നിവൃത്തിയില്ലാതെ വരുമ്പോഴത്തേക്കും ഞാനിങ്ങനെ ദൈവത്തോട് പറയും, കർത്താവേ വരുന്ന ആഴ്ചയിൽ എനിക്ക്, കാരണം ഞാൻ ഫ്രണ്ട്സ് തമ്മിൽ സംസാരിക്കുന്ന പോലെ ഞാൻ ദൈവത്തോട് ആ ഒരു കോണ്ടാക്ട് ആയി കഴിഞ്ഞു. ഇപ്പൊ കർത്താവെ എനിക്ക് അടുത്ത ആഴ്ചയിൽ ഫീസ് അടയ്ക്കണം, എന്നെ കൂടുതൽ ടെൻഷൻ പിടിപ്പിക്കരുത്, എനിക്ക് അതിന് മുന്നേ തരണം. തീർച്ചയായും എനിക്ക് ആ ഒരാഴ്ചക്ക് മുമ്പെങ്കിലും കർത്താവ് എന്റെ കയ്യിൽ ആ ഒരു എമൗണ്ട്, അത് എത്ര വലിയ എമൗണ്ട് ആയിരുന്നാലും എത്ര ചെറിയ എമൗണ്ട് ആയിരുന്നാലും ദൈവം എനിക്ക് തരും. കഴിഞ്ഞ ആഴ്ചയിൽ എന്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഉണ്ടായത്, എന്റെ 2 ആഴ്ചയായി ആ ഒരു അനുഭവം ഉണ്ടായിട്ട്. മൂത്ത മോള് പറഞ്ഞു, മമ്മി ടെക്സ്റ്റ് എല്ലാം കൂടെ വാങ്ങാൻ വേണ്ടിയിട്ട് 13,000 രൂപ ആകും. അപ്പോ മമ്മി എന്തായാലും പ്രാർത്ഥിക്കുക, ദൈവം തരും. ഞാൻ പറഞ്ഞു, മോളും പ്രാർത്ഥിക്കണം. അപ്പോ ദൈവം എന്തായാലും ഉറപ്പായിട്ട് പെട്ടെന്ന് തന്നെ കയ്യിൽ തരുമെന്ന് പറയുവാൻ ഇടയായിട്ട് വന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇവളെ ഇളയ മോളെ സ്കൂൾ ഈ വർഷത്തെ ടോപ്പറാണ് അവള്. അപ്പൊ സ്കൂളിൽ നിന്ന് അനുമോദിക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് എല്ലാം കൂടെ വീട്ടിൽ വന്നു. സാധാരണ അവര് വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത് പൊന്നാട അണിയിക്കുന്ന ഒരു പരിപാടിയുണ്ട്, പിന്നെ ഒരു മെമന്റോ നൽകി ആദരിക്കുന്ന ഒരു അനുഭവമുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതും കാത്താണ് ഞാൻ ഇരുന്നത്. പക്ഷെ അവര് വീട്ടിലേക്ക് വന്നപ്പോൾ വേറൊന്നും കൊണ്ടുവന്നില്ല. എന്നിട്ട് ഞാൻ ചിന്തിച്ചു, മെമന്റോ ഒന്നും കാണില്ലായിരിക്കും എന്ന് ഞാൻ ചിന്തിച്ചു. പക്ഷെ അവർ പോകാൻ സമയത്ത് അവളുടെ കയ്യിൽ ഒരു കവറിൽ ക്യാഷാണ് കൊടുത്തത്. ആ സമയം നോക്കിയപ്പോഴത്തേക്ക് അതിനകത്ത് 6,000 രൂപ ഉണ്ടായിരുന്നു. ഞാൻ സത്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനിടയായി തീർന്നു. അവള് എന്നോട് പറഞ്ഞു, 5,000 രൂപ ഉണ്ടെങ്കിൽ തൽക്കാലം ഒന്ന് നിന്ന് പറ്റാം, കാരണം അത്യാവശ്യമുള്ളത് കുട്ടികളൊക്കെ വാങ്ങാൻ പോകുന്നു, എനിക്ക് വാങ്ങാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അതും ദൈവം കരുതുവാൻ തക്കോണം ഇടയായി തീർന്നു. ഇങ്ങനെ ഓരോ ദിവസവും അത്ഭുതത്തിലൂടെ അത്ഭുതം കണ്ട് തന്നെ എനിക്ക് മുന്നോട്ട് പോകാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ
ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത് പോലെ ഈ ദൈവം എന്നും എന്നേക്കും നമ്മുടെ ദൈവം. എന്തുമാത്രം കഷ്ടതകൾ വന്നിരുന്നാലും പ്രയാസങ്ങൾ വന്നിരുന്നാലും ഒരിക്കലും ദൈവം നമ്മളെ കൈവിടുകയില്ല. അപ്പോ ദാവീദ് പറയുന്നത് പോലെ കഷ്ടത വന്നത് എന്റെ ജീവിതത്തിൽ ഗുണമായി എന്ന് പറയത്തക്ക നിലവാരത്തില് കൂടുതലായിട്ട് ദൈവത്തിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ, ദൈവത്തിന്റെ കൽപ്പനകൾ പഠിക്കുവാൻ, ദൈവത്തിന്റെ ആ ഒരു സ്നേഹം കൂടുതലായിട്ട് ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുവാനായിട്ട് ദൈവം നൽകുന്ന അവസരങ്ങളാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, എന്തെല്ലാം പ്രയാസം വന്നിരുന്നാലും എന്തെല്ലാം പ്രതികൂലം വന്നിരുന്നാലും ആരൊക്കെ നിങ്ങളെ വിട്ട് മാറിപ്പോയാലും നിങ്ങൾ ആരെയൊക്കെ വിട്ട് ഓടിപ്പോയിരുന്നാലും ദൈവത്തെ വിട്ട് ഒരിക്കലും മാറിപ്പോകരുത്. ദൈവത്തിന്റെ സന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുന്നു എങ്കിൽ നമ്മൾ പിടിക്കുന്ന ആ ദൈവത്തിന്റെ കരം നമ്മളെ അന്ത്യം വരെയും നടത്തുവാൻ ശക്തിയുള്ള കരമാണ്. എന്റെ ജീവിതത്തെ ഇത്രത്തോളം ദൈവം കൊണ്ടുവന്നെങ്കിൽ എങ്ങനെ ഇതുവരെ എത്തിയെന്ന് എനിക്ക് അറിയത്തില്ല. ദൈവം കരം പിടിച്ച് കൊണ്ടുവന്നു. ദൈവം ഒരു ശക്തി എന്നെ ഫോഴ്സ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു. ഒരുപാട് അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ, അത്ഭുതങ്ങളിലൂടെയൊക്കെ ദൈവം നടത്തി ഇത്രത്തോളം കൊണ്ടുവന്നു. എനിക്ക് പുകഴ്ചയായിട്ട് ഒന്നും പറയാനില്ല. എന്റെ കഴിവോ എന്റെ ശ്രേഷ്ഠതയോ ഒന്നുമല്ല. എന്റെ ദൈവത്തിന്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇതുവരെ എത്തുവാനായിട്ട് സാധിച്ചത്. അപ്പോ എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സഭയുടെ അവസ്ഥ എങ്ങനെയാണ് ഇപ്പോഴും? സഭ കുറച്ചു പേരൊക്കെ ചർച്ച വിട്ടു പോയി. പിന്നെ കുറച്ചുപേരുണ്ട്. കുഴപ്പമില്ല, നിൽക്കുന്നവര് നന്നായിട്ട് ആത്മാർത്ഥയോടെ നിൽക്കുന്ന, സാമ്പത്തികമൊക്കെ കുറവുള്ളവരാണ്. അപ്പൊ അങ്ങനെ സാമ്പത്തികം കുറവായിരുന്നാലും അവർ ആത്മീകമായിട്ടൊക്കെ നല്ലതാണ്. ഞങ്ങൾക്ക് കുറച്ച് യൂത്ത് ഉണ്ട്. അവർക്ക് കുറച്ച് കുട്ടികളെ ഉള്ളൂവെങ്കിലും ഉള്ളവർ നല്ല പവർഫുൾ ആണ്, ആക്റ്റീവാണ്. അതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഉള്ളവരെയൊക്കെ നന്നായിട്ട് ട്രെയിൻ ചെയ്ത് അവരും ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ നന്നായിട്ട് സംസാരിക്കും. അതിനു വേണ്ടിയിട്ട് അവരെ ട്രെയിൻ ചെയ്ത് അത്രയും നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ അവർ വളർന്നു വരുന്നുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. ശുശ്രൂഷകള് എനിക്കും ശുശ്രൂഷിക്കാനുള്ള അവസരം തരും. പ്രസംഗിക്കാനും സങ്കീർത്തനം വായിക്കാനൊക്കെ ഉള്ള അവസരങ്ങൾ തരും. ലീഡ് ചെയ്യുന്ന ആരാ ഇപ്പം? ലീഡ് ചെയ്യുന്നതൊക്കെ പപ്പയാണ്. പപ്പ ഉണ്ടല്ലേ? പപ്പ ഉണ്ട്. പപ്പ ഉണ്ട്. അപ്പം ഇതിനിടയ്ക്ക് സിസ്റ്ററിനെ പ്രസംഗിക്കാനും ഒക്കെ സമയം നടത്തുന്നത് ആക്ച്വലി പപ്പയാ. ഓക്കെ, പപ്പയുടെ ഒക്കെ കൂടാന്നോ താമസം? അല്ല, താമസിക്കുന്ന പപ്പ ഇടയ്ക്ക് അനിയത്തിക്ക് ഒരു ആക്സിഡന്റ് പറ്റി. അങ്ങനെ പപ്പയും മമ്മിയൊക്കെ അങ്ങോട്ട് പോയി. ഇപ്പൊ ഞാനും മോള് മാത്രമാണ് ഉള്ളത്. അല്ല, ചേട്ടായി ഇതിനിടയ്ക്ക് വീട് വെച്ചായിരുന്നു. 5 സെന്റ് വസ്തു വാങ്ങി വീട് വെച്ചു. അത് ഞങ്ങൾക്ക് അതിന്റെ പർപ്പസ് എന്ന് പറയുമ്പോൾ, ഞങ്ങൾക്ക് അവിടെ ആരാധനയ്ക്കുള്ള പെർമിഷനൊക്കെ ഇല്ലാതായ സമയത്ത് ഇവിടെ മേളിൽ, ടെറസിന്റെ മേളിൽ വെച്ച് ആരാധന നടത്താം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ് വീട് വയ്ക്കാൻ തയ്യാറായത്. പക്ഷെ അതുകൊണ്ട് അന്ന് വീട് വെച്ചത് കൊണ്ട് ഞങ്ങൾക്ക് ചെറിയ രീതിയിലാണ് എങ്കിൽ തന്നെയും 720 സ്ക്വയർ ഫീറ്റ് മാത്രമേ ഉള്ളൂ. എങ്കിലും ഞങ്ങൾക്ക് താമസിക്കാൻ അത് വലിയ അനുഗ്രഹമാണ്. ഇങ്ങനെ ഒരു വീട് ഇല്ലായിരുന്നുവെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം ഇവിടെയൊക്കെ നല്ല എമൗണ്ട് ആവും വാടകയ്ക്ക്. ഏറ്റവും കുറഞ്ഞ 10,000 രൂപ. അങ്ങനെയൊക്കെ ചെറിയ ഒരു റൂമും ഒരു അടുക്കളയും മാത്രമുള്ള വീടിന് തന്നെ 7,000 രൂപ മുതൽ അങ്ങോട്ടാവും. പിന്നെ ഒരുവിധം നല്ലതൊക്കെ ആണെങ്കിൽ 10-12 ആ ഒരു റേഞ്ചിനൊക്കെയാണ്. അപ്പൊ നമ്മുടെ വീടിന് 2 മുറിയും ഹോളും ഉള്ള വീടാണോ? 2 റൂമുണ്ട്, ഒരു ഹാളുണ്ട്, കിച്ചൺ. കിച്ചൺ ചെറുതാണ്, എല്ലാം ചെറിയ. എങ്കിലും നമ്മുടെ ആവശ്യത്തിനുണ്ടല്ലോ. അതെ, എല്ലാം ദൈവത്തിന്റെ കരുതലായിരുന്നു. അതെ, ദൈവത്തിന്റെ കരുതലും ദൈവത്തിന്റെ പ്ലാനും പദ്ധതികളുമാണല്ലോ എല്ലാം. ഇതുകൊണ്ടൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെല്ലാം ദൈവത്തിന്റെ പ്ലാനാണെന്ന് തന്നെയാണ്. ദൈവം പദ്ധതി കൂടാതെ, ഉദ്ദേശമില്ലാതെ ദൈവം ഒന്നും ചെയ്യുന്ന കർത്താവല്ലല്ലോ. അതെ, ദൈവം അറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും വരില്ല. ഓക്കെ സിസ്റ്ററെ, കർത്താവ് സിസ്റ്റർ എത്രത്തോളം ബലപ്പെടുത്തിയല്ലോ. തുടർന്ന് കണ്ടിന്യൂ വല്ലതും പറയാനുണ്ടെങ്കിൽ പറയാം. ഓക്കെ, എനിക്കിങ്ങനെ ഒരു അവസരം തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും അതുപോലെ പ്രവർത്തനങ്ങളെയൊക്കെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഇതുവരെയും എന്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ എന്റെ ഹൃദയംഗമായി നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ വിരമിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ സിസ്റ്റർ, താങ്ക് യു. കർത്താവ് സഹായിക്കട്ടെ. ദൈവത്തിന് ഓരോ പദ്ധതികളുണ്ടല്ലോ. കർത്താവ് ഓരോരുത്തരെ കുറിച്ച് ഉള്ള ഉദ്ദേശം ദൈവം തക്ക സമയത്ത് നിവർത്തി. ദൈവദാസനെ കുറിച്ച് ഈ ഭൂമിയിലെ കർത്താവിന് അത്രത്തോളം ഒരു ഉദ്ദേശമേ ഉള്ളായിരുന്നു. അതുകൊണ്ടാണല്ലോ സിസ്റ്ററെ കർത്താവ് ട്രെയിൻ ചെയ്ത്, നേരത്തെ കർത്താവ് കണ്ട് ബൈബിൾ കോളേജിലൊക്കെ വിട്ട് പഠിപ്പിച്ച് ട്രെയിൻ ചെയ്ത് കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്റെ കൂടെ കൂട്ടിച്ചേർത്ത് എല്ലാ കാര്യങ്ങളിലൂടെയും ദൈവമാക്കി തീർത്തു. ഇനിയും ബാക്കി ശുശ്രൂഷ സിസ്റ്ററിനൂടെയാണ് ദൈവം നിവർത്തിക്കുന്നത്. ദൈവത്തിന് ഓരോരോ
പദ്ധതികളാണ്. ദൈവത്തിൻ്റെ പദ്ധതി ഒന്നും അത് വേസ്റ്റായി പോകുന്നതല്ലല്ലോ. നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ കർത്താവ് പൂർത്തീകരിക്കും. ഇനിയും സിസ്റ്ററിലൂടെയുള്ള ശുശ്രൂഷ, സിസ്റ്ററിൻ്റെ കുഞ്ഞുങ്ങളിലൂടെയും കർത്താവ് വരാൻ താമസിച്ചാൽ ദൈവം അത് നിവർത്തിക്കട്ടെ. കർത്താവ് നടത്തിയ എല്ലാ വഴികൾക്കുമായി ഞങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു. പിന്നെയും കർത്താവിൻ്റെ നാമത്തിന് വേണ്ടി അധികമായി കർത്താവ് ഉപയോഗിക്കട്ടെ. ഞങ്ങളോടൊപ്പം ഇത്രത്തോളം സമയമായിരുന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. കർത്താവ് ബലപ്പെടുത്തട്ടെ, ധൈര്യപ്പെടുത്തട്ടെ. താങ്ക് യു സിസ്റ്ററെ. ഗോഡ് ബ്ലസ് യു. നമുക്ക് ദൈവസന്നിധിയിൽ ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവദാസി ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, കർത്താവേ, ഈ നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ ജോയ്സ് ടിവിയിലൂടെ കർത്താവേ അടിയന്റെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുവാൻ ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഇത്രത്തോളം എന്റെ ദൈവം നടത്തി, ഇത്രത്തോളം കരുതി കർത്താവേ. അങ്ങയുടെ കൃപയില്ലാതെ ഒന്നും പറയാനില്ല കർത്താവേ. അങ്ങയുടെ നടത്തിപ്പിനായി കർത്താവേ, കരുതലിനായി, സൂക്ഷിപ്പിനായി, കാവലിനായി കർത്താവേ, അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ നന്മകൾക്കായി, ഉപകാരങ്ങൾക്കായി ദൈവസന്നിധിയിൽ നന്ദി അർപ്പിക്കുന്ന കർത്താവെ. പ്രത്യേകിച്ച് അങ്ങ് ഞങ്ങൾക്ക് നൽകി തന്ന നല്ല കൂട്ടായ്മയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പ്രത്യേകിച്ച് ദേവദാസി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവ് അനുഗ്രഹിക്കണമെന്നാത് അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവ് ഉപയോഗിക്കുന്നുണ്ട്. സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പിന്നെയും അങ്ങയുടെ നാമത്തിന് വേണ്ടി ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി വൻകാര്യങ്ങളെ ചെയ്യുവാൻ അവിടുന്ന് ഓരോ നിമിഷവും ബലപ്പെടുത്തുമാറാകണമേ, ശക്തീകരിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ആമേ. ജോയ്സ് ടിവിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. മേൽക്കുമേൽ കർത്താവെ വർധനവിലേക്ക് അവിടുന്ന് നയിക്കുമാറാകണമെന്നാഥാ. ആമേ. ലോകം അറിയപ്പെടുന്ന ആമേ ഹാലലി ഒരു ചാനലാക്കി കർത്താവ് മാറ്റുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പ്രവർത്തനങ്ങൾ മുഖാന്തരം അനേകർ കർത്താവിനെ അറിയുവാൻ, അനേകർ ഹല്ലേലൂയ സുവിശേഷത്തിൽ വിശ്വസിപ്പാൻ കർത്താവ് സഹായിക്കുമാറാകണമെന്നാഥാ. അനേകരുടെ കണ്ണുനീരൊപ്പുവാൻ, അനേകർക്ക് ആശ്വാസമായി തീരുവാൻ കർത്താവെ അവിടുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. പിന്നെയും അങ്ങയുടെ നാമത്തിന് വേണ്ടി തന്നെ കർത്താവെ ശക്തിയോടെ പ്രയോജനപ്പെടുവാൻ ആമേ ഇതിന്റെ എല്ലാ സംഘാടകരെയും കർത്താവ് അവിടുന്ന് ബലപ്പെടുത്തണമേ, ശക്തീകരിക്കുമാറാകണമേ. ഓരോ പ്രവർത്തനങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ നാഥാ. സാമ്പത്തികമായ എല്ലാ ആവശ്യങ്ങളുടെ മേലും ദൈവത്തിന്റെ പ്രവൃത്തി കർത്താവ് വെളിപ്പെടുത്തുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. സകല വിഷയങ്ങളെയും പ്രാർത്ഥിച്ച് അവിടുത്തെ കാര്യങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.